Good morning, everyone. Thermodynamics discuss ചെയ്യാൻ വേണ്ടി പോവാണ്. തെർമോഡൈനാമിക്സിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സിനെ നമുക്ക് തെർമോഡൈനാമിക്സ് എന്നും തെർമോ കെമിസ്ട്രി എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതിലെ തെർമോ കെമിസ്ട്രി എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം. JEE 2023 അതുപോലെ അതിന് മുന്നേ 2022 റീസെന്റ് ഇയേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ തെർമോ കെമിസ്ട്രിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻഡിജർ ടൈപ്പ് സെക്ഷൻ ബി എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പാർട്ടിലേക്ക് തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ അവിടുത്തെ ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വർക്ക് ഡൺ, ഡയഗ്രാം വെച്ചിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ചോദ്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെൽറ്റ ജി, ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഓവറോൾ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ സിസ്റ്റം, സറൗണ്ടിങ്ങും ബൗണ്ടറിയാണ് പഠിക്കുന്നത്. നമ്മൾ എന്തിനെയാണോ പഠിക്കുന്നത് അതാണ് സിസ്റ്റം, അതിന് പുറത്തുള്ളതായിരിക്കും സറൗണ്ടിങ്, ആ രണ്ടിന്റെയും ഇടയിൽ വരുന്നതിനെ ആയിരിക്കും നമ്മൾ ബൗണ്ടറി എന്ന് പറയാം. അപ്പൊ ഇതിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, എന്താ സിസ്റ്റം എന്നൊന്നും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല. ബട്ട് എനിവേ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആ സിസ്റ്റത്തില് നിങ്ങൾ അസ്യൂം ചെയ്താൽ, ഇപ്പൊ എന്റെ കയ്യിൽ നോക്കിയേ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ് എന്റെ സിസ്റ്റം എന്ന് വിചാരിക്കാം. സോ ഈ സിസ്റ്റത്തിന് പുറത്ത് വരുന്നവര് സറൗണ്ടിങ് ആണ്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ വരുന്ന ആ ബൗണ്ടറി നമുക്ക് അതിൽ കാണാൻ പറ്റും. ഈ ബൗണ്ടറി എപ്പോഴും റിയൽ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? നോ. ബൗണ്ടറി ക്യാൻ ബി റിയൽ ഓർ ഇമേജിനറി. കാരണം എന്താ, ഞാനിപ്പോ അസ്യൂം ചെയ്യുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും വരുന്ന എയർ എന്ന ഇത്രയും വരുന്ന സ്പേസിനെ ആണെങ്കിൽ ആ ബൗണ്ടറി ഈസ് ഇമേജിനറി, ശരിയല്ലേ? അപ്പൊ അങ്ങനെ ബൗണ്ടറി റിയൽ ആകാം, ഇമേജിനറി ആകാം. ചില ബൗണ്ടറി, ചില വാളുകള് ഹീറ്റിന്റെ പാസേജ് അലോ ചെയ്യും, ചില ആൾക്കാർ ഹീറ്റിന്റെ ട്രാൻസ്ഫറൻസ് അലോ ചെയ്യില്ല. അങ്ങനെ നമ്മുടെ ബൗണ്ടറി അല്ലെങ്കിൽ വാൾ ഡയാതെർമൽ വാൾ ആകാം, അല്ലെങ്കിൽ അഡിയബാറ്റിക് വാൾ ആകാം. അതിൽ അഡിയബാറ്റിക് എന്ന പോയിന്റ് ഭയങ്കര പ്രധാനമാണ്. ഹീറ്റിന് ഒരിക്കലും അവരെ എക്സ്ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കാത്തതിനാണ് നമ്മൾ അഡിയബാറ്റിക് എന്ന് പറയാം. ഈ ബേസിക് കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. എത്ര ടൈപ്പ് സിസ്റ്റം ഉണ്ട്? ഇറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. ഒരാളെ തന്നിരിക്കുന്നത് ഓപ്പൺ സിസ്റ്റം ആണോ, ക്ലോസ്ഡ് സിസ്റ്റം ആണോ, ഐസൊലേറ്റഡ് സിസ്റ്റം ആണോ എന്ന് ചോദിക്കാം. എന്താണ് ഓപ്പൺ സിസ്റ്റം? നമ്മുടെ കയ്യിലുള്ള സിസ്റ്റത്തിൽ നിന്നും, അതായത് ചൂട് ചായ നിങ്ങൾ എടുത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹീറ്റും മാറ്ററും നമുക്ക് സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ മാറ്ററിനെയും ഹീറ്റിനെയും സറൗണ്ടിങ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് നമ്മൾ പറയാം. ഈസി അല്ലേ? ക്ലോസ്ഡ് സിസ്റ്റം എന്താ? നിങ്ങൾ ചൂട് ചായ അടച്ചു വെച്ചു, അപ്പൊ ഒരിക്കലും മാറ്റർ, ആവി ഒരിക്കലും പുറത്തേക്ക് പോകില്ല, മാറ്റർ ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ചൂട് കുറെ സമയം കഴിയുമ്പോൾ ചായ തണുത്തു പോകുന്നുണ്ട്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹീറ്റിന്റെ ട്രാൻസ്ഫറൻസ് അവിടെ നടന്നിട്ടുണ്ട്, ശരിയല്ലേ? ആൻഡ് നൗ കംസ് ടു എ തെർമോസ് ഫ്ലാസ്ക്. നിങ്ങൾ ഒരു തെർമോസ് ഫ്ലാസ്കിൽ ചൂട് ചായ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ സമയം കഴിഞ്ഞാലും അതിന്റെ ചൂട് പോകുന്നില്ല, അപ്പൊ മാറ്ററും പോകുന്നില്ല, ഹീറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം, ഓക്കെ, അസേർഷൻ, ഇവിടെ ഒരു അസേർഷനും റീസണും കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. കുറച്ചുകൂടി, in an open system there is exchange of both matter and energy between the system and surrounding. ഓപ്പൺ സിസ്റ്റത്തില് ഓപ്പൺ ആണ്, അതുകൊണ്ട് മാറ്ററിനെയും ഹീറ്റിനെയും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ? ബിക്കോസ് ബൗണ്ടറി ഈസ് എൻ ഇമേജിനറി സർഫസ് ഇൻ എൻ ഓപ്പൺ സിസ്റ്റം. അതും കറക്റ്റ് ആണ്. ബൗണ്ടറി ഇമേജ് ഓപ്പൺ ആണ്, ഏതിന്റെയും ട്രാൻസ്ഫർ നമുക്ക് പോസിബിൾ ആണ്, ബിക്കോസ് ബൗണ്ടറി ഈസ് ഇമേജിനറി. ഞാൻ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗമാണെങ്കിൽ അത് ഓപ്പൺ ആണ്. ബൗണ്ടറി അവിടെ ഇമേജിനറി ആയതുകൊണ്ടാണ് മാറ്ററിന് പുറത്തേക്ക് പോകാൻ പറ്റിയത്. ബൗണ്ടറി ഇമേജിനറി ആയതുകൊണ്ടാണ് മാറ്ററിന് പോകാൻ വേണ്ടി പറ്റിയത്. ഓക്കെ അല്ലേ? വെരി ഈസി. ഇനി നമ്മൾ സിസ്റ്റത്തിന്റെ സ്ലൈഡ്സ് വിസിബിൾ ആണെന്ന് വിചാരിക്കുകയാണ്. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാണ്. സ്ലൈഡ്സ് ചേഞ്ച് ആകാത്ത ഇഷ്യൂ ഉണ്ടോ? നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ആണ്. രണ്ട് ടൈപ്പ് നമുക്ക്. സ്ലൈഡ്സ് ചേഞ്ച് ആവുന്നുണ്ടോന്നൊന്ന്, സ്ലൈഡ്സ് ചേഞ്ച് ആവുന്നില്ല എന്ന് കമന്റ് വരുന്നു. സ്ലൈഡ് സ്റ്റക്ക് ആണ്. നോക്കാം. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ഇനി നമ്മൾ പറയാം. സ്ലൈഡ് വന്നില്ല. റെഡി. ഇപ്പൊ ശരിയാ, ഇപ്പൊ വരും. സ്റ്റാർട്ടിങ് സ്ലൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? റെഡി, ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുമില്ല, ഞാൻ തുടക്കത്തിൽ സിസ്റ്റം സറൗണ്ടിങ് എന്താന്ന് പറഞ്ഞു,
ടൈപ്സ് ഓഫ് സിസ്റ്റം എന്താന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം നോക്കിയാൽ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓർ ഇന്റൻസീവ് പ്രോപ്പർട്ടി, വിച്ച് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ തന്നിട്ട് അത് സെക്ഷൻ ബിയിലുള്ള ചോദ്യമായിട്ട് വരാം. തന്നിരിക്കുന്നതിൽ എത്ര ആൾക്കാരാണ് എക്സ്റ്റെൻസീവ്, എത്ര ആൾക്കാരാണ് ഇന്റൻസീവ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണേ, ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റ്. ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ചോദ്യം വരാൻ പോകുന്ന ആദ്യത്തെ പാർട്ടി ഒരു ഭാഗം പ്രീവിയസ് ഇയറിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കാണാനും പറ്റും. നോക്കിയേ, അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഷഹീൻ, സൂപ്പർ 30യുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയാട്ടോ വരുന്ന ദിവസങ്ങൾ. എന്തായാലും എല്ലാവരും എക്സാമിന് വേണ്ടിയുള്ള വൺ ഷോട്ട് സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് ചോദ്യം വരുന്നു. ഞാൻ പറഞ്ഞു എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സിസ്റ്റം എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോബ്ലംസ് എന്ന് പറയാം. പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്റൻസീവ് പ്രോബ്ലം ഈസ് ഇൻഡിപെൻഡന്റ്, ഇന്റൻസീവ് ഈസ് ഇൻഡിപെൻഡന്റ്, ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ് ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയാൽ മാസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണോ? എങ്ങനെ ആലോചിക്കാം? ഒരു സിസ്റ്റം ഇമാജിൻ ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ ഗ്ലാസിന്റെ മാസ് ലെറ്റസ് 1 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കും. ആ ഗ്ലാസ്സിന് നിങ്ങൾ പകുതി വെള്ളമാക്കിയാൽ മാസ് 1 കിലോഗ്രാം തന്നെയായിരിക്കും? അല്ല, മാസ് ഹാഫായി. കാരണം എന്താ? എമൗണ്ട് മാറുമ്പോ, സിസ്റ്റത്തിനെ പകുതിയാക്കുമ്പോ അതിന്റെ വാല്യൂ മാറി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരാൾ എക്സ്റ്റെൻസീവ് ആണോ ഇന്റൻസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ആലോചിച്ചാൽ മതി. ഒരു ഗ്ലാസ് വെള്ളവും ഒരു ബക്കറ്റ് വെള്ളവും എടുത്താൽ ഒരേ എമൗണ്ട് ആണോ മാസ്? അല്ല, എമൗണ്ട് മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറി എന്ന് പറയാം. ഡെൻസിറ്റി എടുത്തേ, ഡെൻസിറ്റി ഏതിൽ വരും? ഡെൻസിറ്റി എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ ഡെൻസിറ്റിയും ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ ഡെൻസിറ്റിയും സെയിം ആണോ? യെസ്, ഡെൻസിറ്റി ഈസ് ഓൾവേസ് സെയിം. നിങ്ങൾ അത് എത്ര എമൗണ്ട് വാട്ടർ എടുത്താലും ഡെൻസിറ്റി സെയിം ആണ്. അത് ഒരിക്കലും എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡെൻസിറ്റി നമുക്ക് എന്തായിട്ട് പറയാം? ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയാം. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തു. എനർജി ആണ് വരുന്നതെങ്കിൽ അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. കാരണം എന്താ? ഒരാൾക്ക് 10 ജൂൾ എനർജി എങ്കിൽ 2 ആൾക്ക് അതിന്റെ ഇരട്ടി എനർജി ഉണ്ടാവും, 20 ജൂൾ എനർജി ഉണ്ടാവും. 3 ആൾക്ക് 30 ജൂൾ എനർജി ഉണ്ടാവും. ആള് കൂടുന്നതിനനുസരിച്ച്, നമ്പർ കൂടുന്നതിനനുസരിച്ച്, എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. അപ്പൊ എനർജി എന്ന് പറയുന്നത് അത് ഗിബ്സ് എനർജി ആവട്ടെ, മറ്റെന്താൽപീസ് ആവട്ടെ, ഇതൊക്കെ നമുക്ക് ഓവറോൾ എനർജി നമ്മൾ പറയുമ്പോൾ എൻതാൽപ്പിയും എനർജിയും ഒക്കെ നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൽ പറയാം. നേരെ മറിച്ച് എനർജിയുടെ കൂടെ മോളാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ മോളാർ എൻതാൽപ്പി, മോളാർ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഒരു മോളിന്റെ കണക്കാണ് പറയുന്നതെങ്കിൽ ഒരു മോളിന്റെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഫിക്സ്ഡ്. അതിപ്പോ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും 1 മോളിന്റെ കാര്യമല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം എടുത്താലും 1 മോളിന്റെ വാല്യൂല് മാറ്റമില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള സിസ്റ്റത്തിനെ പകുതിയാക്കുമ്പോൾ വാല്യൂ മാറുമോ ഇല്ലയോ എന്ന് നോക്കി നമുക്കിത് തീരുമാനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഇതിന് ഏത് ടൈപ്പ് ചോദ്യം വരാ? തന്നിരിക്കുന്നതിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എത്ര, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എത്ര, ആ രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് ചോദ്യം ഉണ്ടാവുക. ഇതേപോലെ സിമിലർ ആയിട്ട് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ചോദിക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള ഹീറ്റ് കപ്പാസിറ്റി, വർക്ക് കഴിഞ്ഞാൽ ബാക്കി എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനാ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? പാത്തിനെ ഡയറക്ഷന് ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെ? പാത്തിനെ ഹീറ്റ് കപ്പാസിറ്റിയും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റിയാണ്. ഇപ്പൊ ഞാൻ 2 സിസ്റ്റം തന്നു, എയും ബിയും. ആലോചിച്ച് നോക്കണേ. അല്ലെങ്കിൽ രണ്ടൊരാള് എടുക്കാം നമുക്ക്. എയും ബിയും എടുത്തു. 1 ഈസ് എ ആൻഡ് ദി അതർ ഈസ് ബി. രണ്ടുപേരെ നമ്മൾ ചൂടാക്കാണ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പം കുറെ ആൾക്കാരെ നമ്മളെ ചൂടാക്കാനായിട്ട് കുറെ ആൾക്കാര് നമ്മൾ ചൊറിയുമല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എയും ബിയും ഉണ്ട്. നമ്മൾ ഇവരെ രണ്ടുപേരെയും ചൂടാക്കുന്നു. അപ്പൊ ബി പെട്ടെന്ന് ചൂടായി, പെട്ടെന്ന് ദേഷ്യം വന്നു, പെട്ടെന്ന് ചൂടായി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ആർക്കാ കൂടുതൽ? ഏക്കാ കൂടുതൽ. ഏക്ക് കുറച്ചുകൂടി ക്ഷമയുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അത് കേട്ടിരിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 2 സിസ്റ്റത്തിനെ നിങ്ങൾ ചൂടാക്കുമ്പോ പെട്ടെന്ന് ചൂടായാൽ അതിന്റെ അർത്ഥം ഹീറ്റിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കുറവാ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഹീറ്റ് അപ്പ് ആയത്. അപ്പൊ ആരാണോ ആദ്യം ചൂടാകുന്നത് അവരുടെ ഹീറ്റ് കപ്പാസിറ്റി കുറവാ. മെല്ലെ ചൂടാകുന്നവരുടെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ആർക്കാ നമ്മൾ പറയാം? ഒരു സിസ്റ്റത്തിനാ പറയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ മുഴുവൻ സിസ്റ്റത്തിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറയേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ ആ ഗ്ലാസ് വെള്ളത്തിനെ ചൂടാക്കുക. ഇനി ഒരു ബക്കറ്റ് വെള്ളം എടുക്ക്, അതിനെ ചൂടാക്ക്. 2 ഒരേ സമയമാണോ ചൂടാവുക? 2ന്റെയും കപ്പാസിറ്റി സെയിം ആണോ? ആലോചിച്ച് നോക്കിയേ.
രണ്ടിന്റെയും കപ്പാസിറ്റി സെയിം ആണ്. ഒരിക്കലും അല്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം പെട്ടെന്ന് ചൂടാവൂലേ, പെട്ടെന്ന് ചായ ഉണ്ടാക്കാലോ നമുക്ക്. നേരെ മറിച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിന് കുറെ എമൗണ്ട് ഉള്ളതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം, വിച്ച് മീൻസ് അതിന്റെ കപ്പാസിറ്റി കൂടുതലാണ്. സോ ഹീറ്റ് കപ്പാസിറ്റി ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഫോർ ദി എൻറ്റയർ സിസ്റ്റം, ഇറ്റ് ഡിസൈഡഡ് ബൈ ദി എമൗണ്ട് ഓഫ് വാട്ടർ. ശരിയല്ലേ? ഇനി ഞാൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അതെന്തിനാ സൂചിപ്പിക്കുക? ഒരു മോൾ വെള്ളത്തിന്റെ കപ്പാസിറ്റി. അത് ഞാൻ ഒരു ഗ്ലാസ് എടുത്താലും ഒരു മോൾ എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലേ? ഒരു ബക്കറ്റിൽ എടുത്താലും ഒരു മോളിന്റെ അളവ് ഫിക്സഡ് അല്ലേ? അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന എമൗണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത സെക്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് JEE വരാൻ പോകുന്ന സാധ്യതയുള്ള സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ആണ്. പാത്ത് ഫംഗ്ഷൻ ഏത് മാത്രം ആലോചിച്ചാൽ മതി. പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വെരി ഈസി. ഹീറ്റും വർക്കുമാണ് പഠിക്കാനുള്ളത്. ഹീറ്റ്, വർക്ക്, ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങൾക്ക് അതിനെ പാത്ത് ഫംഗ്ഷൻസ് ആയിട്ട് ഓർമ്മിക്കാം. ബാക്കി എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് 2 വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഫസ്റ്റ് പാത്ത് 1 ആണ്, എന്ന് ബി ആയി. അടുത്തത് പാത്ത് 2 ആണ്. നോക്കിയേ, ദിസ് ഈസ് പാത്ത് 2. നമ്മൾ എടുക്കുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇപ്പൊ ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷനാ. ഡെൽറ്റ യു എന്തിനു മാത്രമേ ഡിസൈഡ് ചെയ്യുള്ളൂ? ഡെൽറ്റ യു ഡിസൈഡ് ചെയ്യുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പൊ ഫൈനൽ എന്ന് പറയുന്നത് ബി അല്ലേ? എയിൽ നിന്ന് ബിയിലേക്കല്ലേ എത്തിയത്? സോ ബി ഈസ് ഫൈനൽ, മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പൊ അത് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പാത്ത് നമുക്ക് അതിനൊരു വിഷയമേ അല്ല. സോ എല്ലാ സ്റ്റേറ്റ് ഫംഗ്ഷനെയും ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞ് നമുക്ക് ഡയറക്റ്റ് എഴുതാം. വളരെ ഈസി. പിന്നെ ഇതില് നമുക്ക് കുറച്ച് തെർമോഡൈനാമിക് പ്രോസസ്സ് ആലോചിക്കണം. അതായത് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ പറയും ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. വാട്ട് ഈസ് ഐസോതെർമൽ? ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടോ? ഇല്ല. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. ഐസോകോറിക് വോള്യം കോൺസ്റ്റന്റ്, അപ്പൊ ചേഞ്ച് ഇൻ വോള്യം ആണ് 0. ഐസോബാറിക് പ്രഷർ കോൺസ്റ്റന്റ്, ചേഞ്ച് ഇൻ പ്രഷർ ആണ് 0. അഡിയബാറ്റിക് ഹീറ്റ് ചേഞ്ച് ഇല്ല. നേരത്തെ അഡിയബാറ്റിക് വോൾ നമ്മൾ പറഞ്ഞു. ആ 4 ഇത് ആക്ച്വലി എന്താന്നല്ല ചോദ്യം വരിക. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ ഡെൽറ്റ യു കണ്ടുപിടിക്കുമ്പോൾ വർക്ക് ഡൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്താൽ അത് നമുക്ക് ക്ലിക്ക് ആവണം. അതിനു വേണ്ടിയാ. ഇനി ഇവരുടെ PV ഡയഗ്രം നോക്കുമ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. സി, ഐസോതെർമൽ പ്രോസസിന്റെ PV ഗ്രാഫ് നമ്മൾ ഓൾറെഡി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ PV ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ, ഐഡിയൽ ഗ്യാസ് ബോയിൽസ് ലോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഐസോകോറിക് ആണെങ്കിൽ വോള്യം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വോള്യം മാറരുത്. വോള്യത്തിൽ ഒരൊറ്റ ലൈനെ പോകാൻ പാടുള്ളൂ. ഐസോബാറിക് ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഗ്രാഫിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അഡിയബാറ്റിക്കിന്റെ ഗ്രാഫും ഇതേപോലെയാണ്. പക്ഷെ രണ്ടുപേരെയും നിങ്ങൾ ഒരുമിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് മാത്രമേ ഉള്ളൂ? See, this is how it is. Isobaric, pressure constant. അപ്പൊ ABCD എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്യാൻ തന്നാൽ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക്. ഐസോതെർമലിന്റെ വർക്ക് കൂടുതലാണ്. PV ഡയഗ്രത്തിൽ വരുന്ന ഏരിയ വർക്ക് ഡൺ പറയാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഐസോതെർമലും അഡിയബാറ്റിക്കും നോക്കിയാൽ ഏരിയ അണ്ടർ ദി ഡയഗ്രം നോക്കിയേ ഐസോതെർമലിനാണ് കൂടുതൽ. അപ്പൊ വർക്ക് ഡൺ ഐസോതെർമലിന് കൂടുതലാണെന്നൊക്കെ നമുക്ക് പറയാം. ഇതൊന്നും കൂടാതെ സൈക്ലിക് പ്രോസസ് എന്നൊരു സംഭവമുണ്ട്. സൈക്ലിക് പ്രോസസ് എന്താണെന്ന് പറയാമോ? ഒരാള് എന്ന് തുടങ്ങി വേറെ വല്ലയിടത്തും എത്തി തിരിച്ച് അവിടെ തന്നെ എത്തുന്നു. അപ്പൊ സൈക്ലിക് പ്രോസസ്സിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ചേഞ്ച് എപ്പോഴും 0 ആ. കാരണം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? ഡെൽറ്റ യു എന്ന് പറയുന്നത് ഫൈനലും ഇനീഷ്യലും സെയിം അല്ലേ? അപ്പൊ സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ചേഞ്ച് for this cyclic process will always be 0. All state variables remains constant in a cyclic process. കാരണം സ്റ്റേറ്റ് വേരിയബിൾസ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. സ്റ്റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗമുള്ളത്. വളരെ ഈസി ആയിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്ന് വരുന്ന ചോദ്യങ്ങൾ യാതൊരു കാരണവശാലും തെറ്റിപ്പോകരുത്. നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാ? ഇന്റേണൽ എനർജി വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ യു. Volume represented by V. Heat is your Q. And enthalpy is your H. ഇതില് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് അഥവാ പാത്ത് ഫംഗ്ഷൻ ഏതാണ്? വെരി ഈസി. ഹീറ്റും വർക്കും വരുമ്പോഴാണ് നമ്മൾ അത് ചൂസ് ചെയ്യുക. When no heat energy is allowed to enter or leave the system, it is called
ഹീറ്റ് അകത്ത് വരുന്നില്ല, പുറത്തു പോകുന്നില്ല. അപ്പൊ ആ സിസ്റ്റത്തിന് എന്ത് പേരാണ് വിളിക്കുക? അത് ഐസോതെർമൽ പ്രോസസ് ആണോ, റിവേഴ്സിബിൾ ആണോ, അഡിയബാറ്റിക് ആണോ, ഇറിവേഴ്സിബിൾ ആണോ? വെരി ഈസി, ഇറ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ്. ശരിയല്ലേ? അപ്പൊ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ഭാഗം വളരെ കുറച്ച് സമയം കൊണ്ട് അത് ക്ലിയർ ആയി. ഇതിന്ന് വരുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ചോദിക്കാൻ, വേറെ ഒന്നും ചോദിക്കൂല. ഇനി നോക്കിയേ, ഇനിയാണ് നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന പാത്ത് ഫങ്ഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹീറ്റും വർക്കും രണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള എനർജി ചെലവാക്കാനുള്ള ഒരു വഴിയാണ്, എനർജി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു വഴിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം ആ വാക്ക്. ഹീറ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എനർജി ആണോ? ആലോചിച്ച് നോക്കിയേ, ഞാൻ സ്റ്റോർ ചെയ്യുന്ന എനർജി ആണോ വർക്ക്? അല്ല. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആണ്, ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കുന്ന രണ്ട് വഴികളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരിക്കലും അത് സ്റ്റോറേജ് അല്ല. ഹീറ്റും വർക്കും. അതിൽ ആദ്യം നമ്മൾ ഏതാ പഠിക്കുന്നത്? ഹീറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ സിമ്പിൾ ആണ് ഈ കോൺസെപ്റ്റ്. എന്റെ കയ്യില് രണ്ട് സിസ്റ്റം ഉണ്ട്. ഒരാൾ T1 നിൽക്കുന്നു, മറ്റേ ആള് T2 നിൽക്കുന്നു. AB എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയാണ് T2ന്റെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ T1 ആണ് എന്ന് പറഞ്ഞാൽ T1 ഒരു 20 ഡിഗ്രി സെൽഷ്യസിലും T2 ഒരു 100 ഡിഗ്രി സെൽഷ്യസിലും ആണ്. എങ്കിൽ ചൂട് പോകൂലേ? അവിടെ എന്തോ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ലേ? ചൂട് കൂടിയതിൽ നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും. എപ്പോഴും ഹീറ്റിന് ആ ഡയറക്ഷന് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ചൂട് ചായ തണുക്കും, അല്ലാതെ തണുത്ത ചായ ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ചൂടാകൂല. സോ ഹീറ്റിന്റെ ഡയറക്ഷൻ ഫിക്സ്ഡ് ആണ്, വിച്ച് കൻ നോട്ട് ബി ചേഞ്ച്. നമ്മൾ ശ്രദ്ധിക്കണം, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സിൽ എപ്പോഴും ചൂട് കൂടിയെന്ന് കുറഞ്ഞതിലേക്ക് പോകും. അപ്പൊ ഇവിടുന്ന് എവിടത്തേക്കാ പോവാ? ഓഫ് കോഴ്സ് ചൂട് കൂടിയെന്ന് കുറഞ്ഞതിലേക്ക് പോകും. ഇനി എന്റെ ചോദ്യം, ആദ്യം കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ആയല്ലോ, ഞാൻ അതിനെ Q1 എന്ന് വിളിക്കാം. ഇതേപോലെ നിങ്ങൾ മറ്റൊരു പ്രോസസ് ആലോചിച്ച് നോക്കിയേ. എയും ബിയും ഉണ്ട്. ഒരാളുടെ ടെമ്പറേച്ചർ ലെറ്റ്സ് സേ 70 ഡിഗ്രി സെൽഷ്യസ്, രണ്ടാമത്തെ ആള് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോഴും ചൂട് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ചൂട് ട്രാൻസ്ഫർ ചെയ്യും, നോ ഡൗട്ട്. ലെറ്റ് ഇറ്റ് ബി Q2. ഈ പറഞ്ഞ Q1 Q2 സെയിം ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ, നേരത്തെ 100 ഡിഗ്രി സെൽഷ്യസും 20 ഡിഗ്രി സെൽഷ്യസും, ഇപ്പൊ 100ഉം 70 ഡിഗ്രി സെൽഷ്യസും ആണ്. വിൽ ദ ഹീറ്റ് ട്രാൻസ്ഫർഡ് ഇൻ ബോത്ത് ദ കേസസ് ബി സെയിം? ഒരിക്കലും അല്ല. ഏതിലാ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്തേ? ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് Q പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ T എന്ന് നമ്മൾ പറഞ്ഞത്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റിൽ വ്യത്യാസമുണ്ട്, ഒരു സംശയമില്ല. റെഡി അല്ലേ? അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓർ Q ഈസ് ഈക്വൽ ടു C ഡെൽറ്റ T എന്ന് പറഞ്ഞു. Q ഈസ് ഈക്വൽ ടു C ഡെൽറ്റ T. ആ C ആണ് ഹീറ്റ് കപ്പാസിറ്റി. നേരത്തെ ചോദിച്ചു, ആനന്ദ് ചോദിച്ചു, ഹീറ്റ് കപ്പാസിറ്റി ആണത്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ മുഴുവൻ കപ്പാസിറ്റിയാ. ആലോചിച്ച് നോക്കണേ, ഹീറ്റ് കപ്പാസിറ്റിയെ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാ? Q ബൈ ഡെൽറ്റ T അല്ലേ ഹീറ്റ് കപ്പാസിറ്റി? ആലോചിച്ച് നോക്കിയേ, C ഈസ് ഈക്വൽ ടു Q വെൻ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? ടെമ്പറേച്ചർ ഡിഫറൻസ് 1 ആണെങ്കിൽ C ഈസ് ഈക്വൽ ടു Q എന്ന് നമുക്ക് പറയാം. വെരി ഈസി. എങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ. കാരണം 2023 വന്നിരിക്കുന്ന ഒരു ചോദ്യത്തില് ബോംബ് കലോറിമീറ്ററിന്റെ ഒക്കെ ഡാറ്റ തന്നിട്ടുള്ളതാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഹീറ്റ് കപ്പാസിറ്റിയാണ് തന്നെ. പൊതുവേ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും വെച്ചാണ് പ്രോബ്ലം ചെയ്യാറുള്ളത്. സോ മാൻഡേറ്ററി ആയിട്ട് ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് മനസ്സിലാക്കണം. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നാക്കാൻ, അഥവാ നിലവിൽ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് 21 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ, ഒരാളുടെ ടെമ്പറേച്ചർ 373 കെൽവിൻ ആണെങ്കിൽ അതിനെ 374 കെൽവിൻ ആക്കാൻ, ഒരാളെ വെച്ച് കൂട്ടാൻ, 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂട്ടാൻ, അല്ലെങ്കിൽ 1 കെൽവിൻ വെച്ച് കൂട്ടാൻ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ കപ്പാസിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച്, ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ കയ്യിലുള്ള സിസ്റ്റം 0.3 ഗ്രാം ഈഥെയിൻ ആണ്. 0.3 ഗ്രാം ഈഥെയിൻ ആണ്. ഈ സിസ്റ്റത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി 20 ജൂൾ പെർ കെൽവിൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണേ, ഒരു സിസ്റ്റം തന്നു ഈഥെയിൻ 0.3 ഗ്രാമിനാണ് 20 ജൂൾ പെർ കെൽവിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1 കെൽവിൻ കൂട്ടാൻ ഈ സിസ്റ്റത്തിന് 20 ജൂൾ കൊടുക്കണം. 1 ഗ്രാം ഈഥെയിൻ ആണെങ്കിലോ
1 ഗ്രാം ഈഥേനാണെങ്കിൽ 20/0.3 ജൂൾ അല്ലേ നമ്മൾ കൊടുക്കേണ്ടത് 1 കെൽവിൻ കൂട്ടാൻ. ശരിയല്ലേ? എന്റെ കയ്യിലിരിക്കുന്ന ഈഥെയിൻ C2H6ന്റെ മോളാർ മാസ് എത്രയാ? കാർബൺ 12, 2 കാർബൺ 24, 24 6 30. 30 ഗ്രാം ഈഥെയിനെ നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ എത്ര എനർജി വേണം? ഇത്രയും ജൂൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലേ? അപ്പം 0.3/30 എന്ന് നിങ്ങൾക്ക് വരും. അപ്പൊ 2000 ജൂൾ പെർ കെൽവിനാ നമുക്ക് ആവശ്യം വരിക. റെഡി അല്ലേ? ഇതാണ് 1 മോൾ. 1 മോളിന്റെ എനർജി കൂട്ടാനുള്ള 1 മോൾ സിസ്റ്റം ഞാൻ എടുത്തു. ഈഥേനാണെങ്കിൽ 30 ഗ്രാം, മീഥേനാണെങ്കിൽ 16 ഗ്രാം, വാട്ടർ ആണെങ്കിൽ 18 ഗ്രാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 44 ഗ്രാം. 1 മോൾ സബ്സ്റ്റൻസിനെ എടുത്തിട്ട് അതിനെ നമ്മൾ ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കിയിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം, അല്ലെങ്കിൽ 1 കെൽവിൻ കൂട്ടണം. അതിനുള്ള എനർജിയുടെ പേര് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. 1 മോളിനെ കൂട്ടാൻ. ഇനി 1 ഗ്രാമിനെ കൂട്ടാനാണെങ്കിലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ചുമ്മാ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹീറ്റ് കപ്പാസിറ്റി ആണ്. സോ ലെറ്റ് us ഗെറ്റ് ബാക്ക് ടു ഹീറ്റ് ആണ് പറയുന്നത്. എല്ലാരും ഒന്നുകൂടി ശ്രദ്ധിച്ചേ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹീറ്റ് ആണ്. Q is equal to C into delta T എന്ന് നമുക്ക് എഴുതാം. അവിടെ C ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി ആണ്. എങ്ങാനും സിസ്റ്റത്തിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് നമുക്ക് തന്നതെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് 1 മോളിന്റെ കപ്പാസിറ്റി മാത്രമാണ്. അപ്പൊ എനിക്ക് ടോട്ടൽ കപ്പാസിറ്റി എങ്ങനെയാ കിട്ടുക? എന്റെ കയ്യിൽ 10 മോൾ ഉണ്ടെങ്കിൽ എങ്ങനെയാ ടോട്ടൽ കപ്പാസിറ്റി കിട്ടുക? ഇൻറ്റു 10 ചെയ്യണ്ടേ? Therefore, മോളാർ കപ്പാസിറ്റി തന്നാൽ Q is equal to NCM delta T. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് തരുന്നതെങ്കിലോ 1 ഗ്രാമിന്റെ കപ്പാസിറ്റി തന്നു, എന്റെ കയ്യിൽ 100 ഗ്രാം ഉണ്ട്. സോ എങ്ങനെയാ നമ്മൾ കപ്പാസിറ്റി കാണുക? ടോട്ടൽ കപ്പാസിറ്റി കാണണമെങ്കിൽ മാസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ യു ഹാവ് 3 ഇക്വേഷൻസ്. Q is equal to C into delta T, Q is equal to NCM delta T, Q is equal to MCS delta T. അവിടെ C എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി, CM മോളാർ ഹീറ്റ് കപ്പാസിറ്റി, CS സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ആ 3ന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സൈൻ കൺവെൻഷനാ. അത് മാറിപ്പോവരുത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നാണ് ചോദ്യം വരിക. രണ്ടാമത്തെ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ചോദ്യം വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ്. അവിടെ ക്യൂയുടെ സൈന് വളരെ നിർബന്ധമാണ്. ഇഫ് ഹീറ്റ് ഈസ് ലോസ്റ്റ്, ഹീറ്റ് നഷ്ടപ്പെട്ടാൽ നമ്മൾ ക്യൂ എങ്ങനെ എടുക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഡെൽറ്റ ടി എന്ന് പറയുന്നത്, അത് നോർമൽ ആലോചിക്കാം. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 - T1 ആണ്. ഹീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ എന്താ സംഭവിക്കുക? ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് T1 T2 ആണെന്ന് വിചാരിക്കും. വാട്ട് ഹാപ്പൻസ്? T2 - T1 എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. സോ Q വിൽ ബി നെഗറ്റീവ്. ഡയറക്റ്റ് എഴുതട്ടെ, അത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു. Heat is lost, Q is negative. If heat is gained, Q is positive. അത് ക്ലിയർ അല്ലേ? ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് സെറ്റാക്കി വെക്കാം. മാസ് കിലോഗ്രാം ആണോ ഗ്രാം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 ഗ്രാമിൻ്റെത് പറയാം, 1 കിലോഗ്രാമിൻ്റെത് പറയാം. രണ്ടും ഓക്കെയാണ്. അത് ചോദ്യത്തിൽ എങ്ങനെയുള്ളതെന്ന് നോക്കണം. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് നിങ്ങൾ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഞാൻ പറയാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് 100 ജൂൾ പെർ കെൽവിൻ പെർ ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന്റെ തന്നെ. അപ്പൊ മാസ് ഗ്രാമിൽ എടുത്താൽ മതി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് 100 ജൂൾ പെർ കെൽവിൻ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 1 കിലോഗ്രാമിന്റെ ആണ്. അപ്പൊ മാസ് കിലോഗ്രാമിൽ പറയണം. അത്രയേ ഉള്ളൂ. രണ്ടും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ ഇത്രയും പറഞ്ഞത് നമുക്ക് ക്ലിയർ ആയി. ആൻഡ് നൗ ലിസൺ, ഇഫ് ഇറ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ്, ക്യൂ ഇല്ല, ക്യൂ ഈസ് 0. അഡിയബാറ്റിക്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലല്ലോ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാലും Q 0 ആ. ഇൻസുലേറ്റഡ് തെർമോസ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ എനർജി പോകൂല, Q പോകുന്നില്ല. സോ Q 0 ആകുന്ന 2 കേസ് ആലോചിക്കാം. അത്രയാണ് ക്യൂയുടെ കേസിൽ നമുക്ക് വേണ്ട ബേസിക് ഐഡിയാസ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോഡ് ഓഫ് എക്സ്ചേഞ്ച് ഏതാ? വർക്കാണ്. വർക്ക് നമ്മൾ കുറെ രീതിയിൽ പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോസസ്സ് റിവേഴ്സിബിൾ ആകാം, ഇറിവേഴ്സിബിൾ ആകാം. ഇഫ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഐസോതെർമൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന W റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സിനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഇക്വേഷൻ എന്താ? -2.303 nRT log V2/V1, അല്ലെങ്കിൽ
minus 2.303 nRT log P1 by P2 both are okay. അത് ക്വസ്റ്റ്യനിൽ ഏത് ഡാറ്റ തന്നു നമ്മൾ നോക്കണം. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫൈനൽ വോള്യൂം ഇനീഷ്യൽ വോള്യൂം ആണോ തന്നേന്ന് ശ്രദ്ധിക്കണം. ഫൈനൽ പ്രഷർ ഇനീഷ്യൽ പ്രഷർ ആണോ തന്നെ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇറിവേഴ്സിബിൾ വർക്ക് ഡൺ നമ്മൾ കാണുന്നത് ബേസിക് ഇക്വേഷൻ ഇറ്റ് ഈസ് മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യൂം ബേസിക് ഈസി. ആൻഡ് ഇഫ് യു കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, ഗ്യാസ് റിലീസായി. നമുക്കറിയാം പി വി is equal to nRT അല്ലേ, ഐഡിയൽ ഗ്യാസ് എടുത്താ. അപ്പൊ എനിക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വിയിൽ പി ഡെൽറ്റ വിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ nRT എന്ന് കൊടുക്കാം. ഇഫ് ഇറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ റിലീസിംഗ് ഗ്യാസ് ഓർ ഇൻവോൾവിംഗ് ഗ്യാസ്. ഡെൽറ്റ n എന്ന് പറയുന്നത് ഗ്യാസസിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ച് ആണ്. ആ 3 ഇക്വേഷൻസ് നന്നായിട്ട് ഓർത്ത് വെക്കണം. വർക്ക് ഡൺ റിവേഴ്സിബിൾ ഐസോതെർമലിന്റെ കേസിൽ എങ്ങനെയാണ്, ഇറിവേഴ്സിബിളിന്റെ കേസിൽ എങ്ങനെയാണ്, കെമിക്കൽ റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നാൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും മറന്നു പോകരുത്. എങ്ങനെയാ ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക? ഫോർ എക്സാമ്പിൾ എ ഗ്യാസ് പ്ലസ് 2B ഗ്യാസ് ഗിവിംഗ് 3C ഗ്യാസ് ആൻഡ് 4D ഗ്യാസ്. ഇതിന്റെ ഡെൽറ്റ എൻ എങ്ങനെ പറയും? പ്രോഡക്റ്റുകളുടെ ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ഗ്യാഷ്യസ് റിയാക്ടന്റാ. ഗ്യാഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? ഇത് ഗ്യാസ് അല്ലേ, സി ഗ്യാസ് ആണ്, അത് 3 ഉണ്ട്. ഡി ഗ്യാസ് ആണ്, അപ്പൊ രണ്ടും കൂടി എത്രയാ? സിയും ഡിയും കൂടി ടോട്ടൽ 7 പേരുണ്ട്. മൈനസ് റിയാക്ടന്റ്, റിയാക്ടന്റിൽ എ ഗ്യാസ് ആണ്, അത് ഒരാളാണ്, ബി ഉണ്ട് 2 പേര്, അപ്പൊ ടോട്ടൽ 3. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാ? 4. ഇതേ സാധനം എ സോളിഡ് പ്ലസ് 2B ഗ്യാസ് ഗിവിംഗ് 3C ഗ്യാസ് പ്ലസ് 4D ഗ്യാസ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഡെൽറ്റ എൻ എത്ര വരിക എന്ന് പറഞ്ഞേ? പ്രോഡക്റ്റുകളുടെ ഗ്യാസ് ടോട്ടൽ 7. റിയാക്ടന്റിൽ സോളിഡിനെ ഒരിക്കലും പരിഗണിക്കണ്ട, ഗ്യാസിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി, ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഡെൽറ്റ എൻ കാൽക്കുലേഷൻ നിങ്ങൾ പക്കയായിട്ട് ഉണ്ടാവണം. ഡെൽറ്റ എൻ കാൽക്കുലേഷൻ. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നമുക്ക് വരാൻ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കുന്ന വർക്കിനുള്ള ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വിയോ, W ഈസ് ഈക്വൽ ടു മൈനസ് 2.303 nRT log V2 by V1 ഏതോ ആവട്ടെ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന W ഈസ് ആക്ച്വലി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. NCERT വെച്ച് നമുക്ക് പഠിക്കാനുള്ളതിൽ NCERT കൊടുത്തിരിക്കുന്ന വർക്കിന്റെ ഇക്വേഷൻ ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പൊ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ NCERT ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വർക്ക് എന്താ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചുമ്മാ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഈസ് ഓൾവേസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അതുകൊണ്ട് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ച നോർമൽ ആയിട്ട് തന്നെ നിങ്ങൾ എന്താണ് ഇക്വേഷൻ പഠിച്ചത് അതുപോലെ ഫോളോ ചെയ്യാം. എങ്ങാനും ചോദ്യത്തിൽ കാൽക്കുലേറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർമൽ രീതിയിൽ പ്രൊസീഡ് ചെയ്യുക. ഫൈനൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, നേരെ സൈന് മാറ്റുക. സോ ദാറ്റ് യു ക്യാൻ അവോയ്ഡ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. രണ്ടും നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിക്കുമ്പോൾ രണ്ടും ബേസിക്കലി സാധനം സെയിം ആണ്. പിന്നെ നമ്മളിവിടെ W എന്ന് പറഞ്ഞ് എപ്പോഴും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റത്തെ പരിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ വർക്ക് എന്നുള്ളത് നമ്മൾ എപ്പോഴും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എന്റെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്. ഗ്യാസ് 1 atm പ്രഷറിലാണ്. ഇനീഷ്യലി ഗ്യാസ് 1 ലിറ്റർ വോള്യത്തിൽ നിന്നും എക്സ്പാൻഡ് ചെയ്ത് 2 ലിറ്റർ വോള്യത്തിലേക്ക് മാറി. അപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ ആണ്. നമ്മുടെ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? നമ്മൾ ആലോചിച്ചു. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡണ്ണിന് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യലാ, ഫൈനൽ വലുതാണ്. സോ ഡെൽറ്റ വി ഇവിടെ പോസിറ്റീവ് ആണ്, വിച്ച് മീൻസ് W ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. സോ എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വർക്ക് നെഗറ്റീവ് ആണ്. ഏത് വർക്ക്? നമ്മൾ കണ്ടുപിടിക്കുന്ന എപ്പോഴും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ചോദ്യത്തിൽ എക്സ്പാൻഡ് ചെയ്തു എന്നും
വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താ? പോസിറ്റീവായി. അപ്പൊ അത് ഏറ്റവും ലാസ്റ്റ് മാറ്റിയാൽ മതി, അല്ലാതെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടാവണ്ട കേട്ടോ. അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. കംപ്രഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി പോസിറ്റീവ്. അപ്പൊ വർക്ക് ഡൺ അക്കോർഡിംഗ് ടു അവർ ഇക്വേഷൻ, വർക്ക് ഡൺ ഫോർ എക്സ്പാൻഷൻ നെഗറ്റീവും കംപ്രഷനും പോസിറ്റീവും ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻസിന്റെ സഹായം തേടാം. 1. 2, നിങ്ങൾക്ക് പി വി ഗ്രാഫ് തന്ന് 2023 ജനുവരിയിൽ ചോദിച്ച ചോദ്യം പി വി ഡയഗ്രാം തന്നിട്ടുള്ള വർക്ക് ഡൺ ആയിരുന്നു. പി വി ഡയഗ്രാം തന്നിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. എങ്ങനെയാ? ഏരിയ അണ്ടർ ദി പി വി ഡയഗ്രാം വിൽ ബി യുവർ വർക്ക് ഡൺ. ഏരിയ നോക്കിയിട്ട് നമുക്ക് പറയാം. സീ ദിസ് എക്സാമ്പിൾ. 2 ആൾക്കാരെ നിങ്ങൾക്ക് തന്നു പി വി. 2 ആൾക്കാരെ നമുക്ക് തന്നു. ശ്രദ്ധിച്ചോളണേ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വേണ്ട കാതലിലേക്ക് നമ്മൾ എത്തി. ഒരാളുടെ പി വി ഗ്രാഫാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിലേതാണ് മാക്സിമം വർക്ക് ചെയ്തേ എന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി യു ലുക്ക് ഇൻ ടു ദി ഏരിയ. രണ്ടിന്റെയും ഏരിയ നിങ്ങൾ നോക്കുക. ദിസ് ഈസ് A1. ഈ ഗ്രാഫിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ A2. ഇതിലേതാ വലുത് നോക്കിയാൽ മതി. ഏരിയ A1 അല്ലേ വലുത്. ഏരിയ കൂടുതലാണെങ്കിൽ വർക്ക് ഡൺ കൂടുതലായിരിക്കും. വെരി സിമ്പിൾ. സോ ഏതിന്റെ വർക്ക് ഡൺ ആ കൂടുതൽ? ഏതിന്റെ വർക്ക് ഡൺ ആ കൂടുതൽ? ഓഫ് കോഴ്സ് W1 ആണ് വർക്ക് ഡൺ കൂടുതൽ. ഇസ് ദാറ്റ് ക്ലിയർ? റെഡിയാണോ? So my point, W is equal to minus P external into delta V. Fine. W 0 ആകുന്ന 2 കേസുകൾ നമുക്ക് ഇവിടെ പറയാം. 1, എക്സ്റ്റേണൽ പ്രഷർ 0 ആവുക. P external into delta V അല്ലേ. എക്സ്റ്റേണൽ പ്രഷർ 0 ആവാന്ന് പറഞ്ഞാൽ പുറത്ത് പ്രഷർ ഇല്ല, അഥവാ അത് വാക്വത്തിലുള്ള എക്സ്പാൻഷൻ ആണ്. യു കോൾ ഇറ്റ് ആസ് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷനിൽ എപ്പോഴും വർക്ക് ഡൺ 0 ആണ്. അടുത്ത കേസ് എന്താ? അടുത്ത പോസിബിലിറ്റി എന്താ? ഡെൽറ്റ വി 0 ആവുക. കാരണം രണ്ടാമത്തെ ആള് ഡെൽറ്റ വി ആ. ഡെൽറ്റ വി 0 ആകുക എന്ന് പറയുന്നത് ഐസോകോറിക് പ്രോസസ് ആണ്. സോ വർക്ക് 0 ആകുന്ന 2 കേസസ് ഐസോകോറിക് പ്രോസസ് ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ. വർക്ക് 0 എന്ന് പറയാം. ഓക്കെ. ആൻഡ് ഓൾസോ റിമെമ്പർ ദിസ്. വർക്കിന്റെ കുറെ പോയിന്റുകൾ ആദ്യം ഞാൻ ഇക്വേഷൻ പറഞ്ഞു. രണ്ടാമത് സൈൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നമ്മൾ പറഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ ഏരിയ അണ്ടർ ദി പി വി ഡയഗ്രാം ആണ്. സോ 2 ഏരിയ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ഡണിന്റെ കമ്പാരിസൺ ചെയ്യാന്ന് പറഞ്ഞു. നാലാമത് നമ്മൾ വർക്ക് എപ്പോഴാണ് 0 ആകുന്നേന്നുള്ള കേസ് പറഞ്ഞു. ആൻഡ് നൗ ലിസൺ, വെൻ യു കൺസിഡർ, നമ്മൾ ഐഡിയൽ ഗ്യാസസിന്റെ എക്സ്പാൻഷനിലും കംപ്രഷനിലും ഒരു പോയിന്റ് കൂടി എപ്പോഴും മനസ്സിലുണ്ടാവണേ. ഇഫ് യു കൺസിഡർ എക്സ്പാൻഷൻ, work done for a reversible expansion is always found to be greater than work done for irreversible expansion. എക്സ്പാൻഷന്റെ കേസിൽ മാക്സിമം വർക്ക് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? എക്സ്പാൻഷന്റെ കേസിൽ മാക്സിമം വർക്ക് ഡൺ എപ്പോഴും റിവേഴ്സിബിൾ വർക്ക് ഡൺ ആണ്. ഇഫ് യു കൺസിഡർ കംപ്രഷൻ, റിവേഴ്സിബിൾ കംപ്രഷനും ഇറിവേഴ്സിബിൾ കംപ്രഷനും എടുത്താൽ irreversible compression will be greater. ആ 2 പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഗ്രാഫിന്റെ ബേസിലൊക്കെ നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ എന്തിനാ പോയിന്റ് പറഞ്ഞേ? ഒരു പക്ഷേ ഈ പോയിന്റ് എന്തിനാ പറഞ്ഞേ നോക്കാം. നിങ്ങൾക്ക് ചോദ്യം, ഡാറ്റയൊക്കെ തന്നു. ഡാറ്റ തന്നു, പക്ഷേ ക്വസ്റ്റ്യനിൽ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറഞ്ഞില്ല. നമുക്ക് ഇക്വേഷൻ ചൂസ് ചെയ്യണ്ടേ? റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ പറഞ്ഞില്ല. പകരം ക്വസ്റ്റ്യനിൽ പറയുന്നു ഡ്യൂറിംഗ് ദിസ് എക്സ്പാൻഷൻ കാൽക്കുലേറ്റ് ദ മാക്സിമം വർക്ക് ഡൺ. എക്സ്പാൻഷനിൽ മാക്സിമം വർക്ക് തരുന്നത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ്പാൻഷൻ ആണെങ്കിൽ മാക്സിമം വർക്ക് ഡൺ എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സിബിൾ വർക്ക് ഡൺ ആയിരിക്കുന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആ കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, മോഡ്സ് ഓഫ് എനർജി എക്സ്ചേഞ്ച് ആണ് ഞാൻ ഈ സെക്കൻഡ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റിനെ നമ്മൾ Q എന്ന് റെപ്രസെന്റ് ചെയ്തു, വർക്കിനെ W എന്ന് പറഞ്ഞു. Q പോസിറ്റീവ് ആണ് if heat is gained. Q is negative if heat is lost. Work done on the system ആണ് നമ്മൾ പഠിക്കുന്നത്. So work is positive if it is compression and work is negative if it is expansion. Q 0 ആകുന്ന 2 കേസ് നമ്മൾ പറഞ്ഞു. ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാലോ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാലോ Q0 ആണ്. രണ്ടിലും Q0 ആണ്.
വർക്ക് സീറോ ആകണമെങ്കിൽ ഒന്നുകിൽ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയണം, അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ് എന്ന് പറയണം. രണ്ടിലും വർക്ക് ഡൺ സീറോ ആണ്. ഡൺ. രണ്ടും നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇത്രയും പറഞ്ഞതിന്റെ ഫുൾ കൺക്ലൂഷനാ പറഞ്ഞത്. പിന്നെ അതിന്റെ ഇക്വേഷൻസ് നോക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വർക്കിന് നമ്മൾ 2 ഇക്വേഷൻസ് പറഞ്ഞു. അവിടെ ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒന്നാമത്തെ ഇക്വേഷനിൽ -P × ΔV. ഇവിടെ പ്രഷർ നമ്മൾ പൊതുവെ ATMലോ ബാറിലോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഗ്യാസിന്റെ പ്രഷർ പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും ATMലോ ബാറിലോ പറയലാണ്. അത് SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് പാസ്കലാണ്. SI യൂണിറ്റിലല്ല നമ്മൾ ഗ്യാസിന്റെ പ്രഷർ പറയാറുള്ളത്. ΔV എന്ന് പറയുന്നത് നമ്മൾ ലിറ്ററിലാണ് പറയാം. 2 ലിറ്റർ 1 ലിറ്റർ ആയി. ലിറ്റർ അല്ലെങ്കിൽ DM³ 1 DM³ ഈസ് 1 ലിറ്റർ. അപ്പൊ എനിക്ക് കിട്ടുന്ന വർക്കിന്റെ യൂണിറ്റ് ഒബ്വിയസ്ലി ലിറ്റർ ATM ആയിരിക്കും, അല്ലെങ്കിൽ ലിറ്റർ ബാർ ആയിരിക്കും, ജൂൾ അല്ല. നമുക്ക് തന്നിരിക്കുന്നത് SI യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ അത് ജൂൾ എന്ന് പറയാൻ പറ്റുള്ളൂ. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ പാസ്കലിൽ പറയണം, ΔV മീറ്റർ³ പറയണം. അതാ SI യൂണിറ്റ്. SI യൂണിറ്റ് ആണെങ്കിൽ മാത്രമാണ് വർക്കിന് ജൂൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തടത്തോളം നമ്മുടെ യൂണിറ്റ്സ് നോക്കിയാൽ ലിറ്റർ ATMലാണ് വർക്ക് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ ഈ റിവേഴ്സിബിൾ ഐസോതെർമലിന്റെ കേസിൽ -2.303 nRT log V2/V1 യൂസ് ചെയ്യുമ്പോൾ log V2/V1 എന്തായാലും യൂണിറ്റ് വരൂല. V2/V1 യൂണിറ്റ് ക്യാൻസൽ ആവും. പിന്നെ യൂണിറ്റ് തീരുമാനിക്കുന്നത് ആരാ? R ആണ്. എന്താണോ ആറിന്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതായിരിക്കും ഫൈനൽ ആൻസറിന്റെ യൂണിറ്റ്. R നമ്മൾ ജൂളിലല്ലേ 8.314 ജൂളിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ജൂൾ പെർ കെൽവിൻ പെർ മോളിൽ എടുക്കുന്നതെങ്കിൽ വർക്ക് ഡൺ ജൂളിലായിരിക്കും. സോ എനർജിയുടെ യൂണിറ്റുകൾ ഒരുപാടുണ്ട്. -P × ΔV നമുക്ക് എപ്പോഴും ലിറ്റർ ATMലാണ് യൂണിറ്റ് കിട്ടാറുള്ളത്. യു ക്യാൻ കൺവേർട്ട് 1 ലിറ്റർ ATM ഈസ് ഈക്വൽ ടു 101 ജൂൾ എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്യാം. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ജൂളിലേക്കുള്ള കൺവേർഷൻ മാൻഡേറ്ററി ആയിരുന്നു. അപ്പൊ ആ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. SI യൂണിറ്റ് എനർജിക്ക് ജൂളാണ്. നമുക്ക് ജൂളിനെ കലോറിയിൽ പറയാം. 1 കലോറി 4.184 ജൂളാണ്. അതുപോലെ നമുക്ക് ലിറ്റർ ATMൽ പറയാം, ലിറ്റർ ബാറിൽ പറയാം. ലിറ്റർ ATMും ലിറ്റർ ബാറും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. റെഡി അല്ലേ? ലെറ്റ് us see the question. ഇത് ജനുവരിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 ജനുവരിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? നമുക്കിത് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. നോക്കിയേ, 1 mole of an ideal monoatomic gas is subjected to changes as shown in the figure. ഒരു ഐഡിയൽ ഗ്യാസ് തന്നിട്ടുണ്ട്. The magnitude of the work done. അപ്പൊ ആ ടോട്ടൽ പ്രോസസിന്റെ വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോസസ് എന്താ? 1ൽ നിന്ന് 2ലേക്ക് പോയി, 2ൽ നിന്ന് 3ലേക്ക് വന്നു, 3ൽ നിന്ന് തിരിച്ച് 1ലേക്ക് പോയി. സോ ദിസ് ഇസ് എ സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ്സിൽ വർക്ക് ഡൺ 0 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സൈക്ലിക് പ്രോസസ്സിൽ ആരാ 0 ആവുക? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ് 0 ആവുക. ദിസ് ഇസ് എ പാത്ത് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. എങ്ങനെയാ ടോട്ടൽ വർക്ക് ഡൺ പറയാ? ഒന്നാമത്തെ പ്രോസസ്സിന്റെ വർക്ക് പ്ലസ് രണ്ടാമത്തതിൻ്റെത് പ്ലസ് മൂന്നാമത്തതിൻ്റെന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ പ്രോസസ്സിന്റെ വർക്ക് ഡൺ ആദ്യം കണ്ടുപിടിക്കാം. 1 to 2ലേക്കുള്ള വർക്ക് ഡൺ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എന്തൊക്കെ ഡേറ്റ നമുക്കറിയാം? അതൊരു ഐസോബാറിക് പ്രോസസ് ആണ്. ബിക്കോസ് പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. വോള്യത്തിൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോള്യം ചേഞ്ച് നമുക്ക് ഓൾറെഡി ഇതിന്റെ ഏരിയ എങ്ങനെയാ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്ന്, ഈ ഏരിയ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു കറക്റ്റ് ട്രയാങ്കിൾ അല്ലല്ലോ, അല്ലേ? ഇതൊരു കറക്റ്റ് ട്രയാങ്കിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഏരിയ മൊത്തം ചെയ്ത് അടുത്തത് ഇതിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ച് മൈനസ് ചെയ്യണം. ഇപ്പൊ കറക്റ്റ് ഒരു ഫിഗർ ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഏരിയ പറഞ്ഞാലും, ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയർ ഒക്കെ തന്നെങ്കിൽ ഡയറക്റ്റ് ഏരിയ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിന്റെയും പ്രോസസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, റെഡി? അപ്പൊ വർക്ക് ഡൺ 1 to 2 നമ്മൾ ചെയ്യണം. അത് ഐസോബാറിക് പ്രോസസ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ -P × ΔV വെച്ച് നമുക്ക് ചെയ്യാം. പ്രഷർ 1 ബാറിലാണ് യൂണിറ്റ്. ΔV വോള്യത്തിലുള്ള ചേഞ്ച് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ 40 ആണ്. മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോഴേക്ക് 20 ലിറ്റേഴ്സ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -20 ലിറ്റർ ബാർ. ഒന്നാമത്തത് കിട്ടി. രണ്ടാമത്തത് കണ്ടുപിടിക്കാം. 2ൽ നിന്ന് 1ൽ അല്ല, 2ൽ നിന്ന് 3ലേക്ക്, വിച്ച് ഇസ് എൻ ഐസോകോറിക് പ്രോസസ്. വോള്യം ചേഞ്ച് ഇല്ല, കുത്തനെ നിൽക്കാണ്. വോള്യം ചേഞ്ച് ഇല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഡയറക്ട്ലി 0 ബിക്കോസ് ദിസ് ഈസ് ഐസോകോറിക്. ഐസോകോറിക്കിന്റെ വർക്ക് ഡൺ ഈസ് 0. ആൻഡ് വാട്ട് അബൌട്ട് തേർഡ് കേസ്? 3 to 1.
3 to 1 നമ്മൾ നോക്കുക. 3 to 1 നോക്കുമ്പോൾ ഗ്രാഫിന്റെ നേച്ചർ കണ്ടാൽ അറിയാം. ഐസോതെർമൽ അല്ലേ, ഐസോതെർമൽ ആണ്, റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് ആണ്. സോ ലെറ്റ് us find work done for reversible isothermal process. കംപ്രഷൻ ആണ് നടക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കണം? ഇസ് ഈക്വൽ ടു മൈനസ് 2.303 nRT log V2/V1. റെഡി. പക്ഷേ ടെമ്പറേച്ചർ തന്നില്ല. എന്ത് ചെയ്യും? ടെമ്പറേച്ചർ തന്നില്ലടാ, ഇതിലെന്ത് ചെയ്യും? NRT എന്താ ചെയ്യാ? സി ആസ് ഇറ്റ് ഈസ് ഐഡിയൽ ബിഹേവിയർ അസ്യൂം ചെയ്യുന്നു. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്നുള്ളതാണല്ലോ നമ്മുടെ അസംഷൻ. അപ്പൊ നമുക്കറിയാം PV is equal to NRT അല്ലേ, ആൻഡ് P1V1 is equal to P2V2 ആണ് when the temperature is constant. അപ്പൊ NRTക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? NRTക്ക് പകരം P1V1 എന്ന് നമുക്ക് എടുക്കാം, ശരിയല്ലേ? ഓർ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ആലോചിച്ച് നോക്കുക, NRT ഈസ് ഈക്വൽ ടു PV ആണ്. അപ്പൊ ഞാൻ മൈനസ് 2.303 minus 2.3 P1V1 log V2/V1 എന്ന് എടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2.3. P1 എത്രയാ? പ്രഷർ 1 bar ആയിരുന്നപ്പോ ആ സമയത്തുള്ള വോള്യം ഇത്രയാണ്. റെഡി. അപ്പൊ നമുക്ക് P1V1 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, വിച്ച് ഈസ് 20 ഇൻറ്റു ലോഗ് V2/V1. V2 എന്ന് പറയുന്നത് ഫൈനൽ 3ൽ നിന്ന് 1ലേക്കാണ് വരുന്നത്. അപ്പൊ ഫൈനൽ 20/40 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് 2.3 ഇൻറ്റു 20 ഇൻറ്റു ലോഗ് 2. ലോഗ് 2ന്റെ വാല്യൂ നമ്മൾ എത്ര എടുക്കണം? ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.3. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് 2.3 ഇൻറ്റു 6 നമ്മൾ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് 13.8 ലിറ്റർ ബാർ. എന്തുകൊണ്ടാണ് യൂണിറ്റ് ലിറ്റർ ബാർ എടുത്തത്? അതുകൂടി ശ്രദ്ധിക്കണം. യൂണിറ്റ് ഭയങ്കര പ്രധാന. സി ഇവിടുന്ന് വരുന്ന ചോദ്യം ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഗെറ്റ് ദി റോങ് ഐഡിയ, അല്ലെങ്കിൽ ദേ ഫോർഗെറ്റ് ടു കൺവേർട്ട് ദി യൂണിറ്റ്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വർക്ക് ഡൺ നമ്മൾ ചെയ്തു, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വർക്ക് ഡണിൽ P ഇൻറ്റു ഡെൽറ്റ V വന്നതുകൊണ്ട് പ്രഷറിൻ്റെത് ബാർ ആണ്, വോളിയം ലിറ്ററിലാണ്, ലിറ്റർ ബാർ ഈസ് ഓക്കെ. രണ്ടാമത്തെ കേസിൽ ഞാൻ NRTക്ക് പകരം PV എടുത്തു. എന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന PVയുടെ വാല്യൂസ് ലിറ്ററിലും ബാറിലും അല്ലേ യൂണിറ്റ് ഉള്ളത്. Therefore definitely the unit should be liter bar. 2 ലിറ്റർ ബാറിലുള്ളത്. സോ നമുക്ക് ടോട്ടൽ ആയിട്ട് രണ്ടും എല്ലാത്തിന്റെയും കൂടി ആഡ് ചെയ്യാം. ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫസ്റ്റിന്റെ വർക്ക് ഡൺ എത്രയാ? മൈനസ് 20 ലിറ്റർ ബാർ പ്ലസ് സെക്കൻഡിന്റെത് 0 ആണ്, തേർഡിന്റെത് പ്ലസ് 13.8 ലിറ്റർ ബാർ. അപ്പൊ എത്ര വരും ബാക്കി? 6.2 മൈനസ് 6.2 ലിറ്റർ ബാർ ബാക്കി വരും. ആൻസർ ജൂളിലാണ് വേണ്ടത്. സോ മൈനസ് 6.2 ഇൻറ്റു ലിറ്റർ ബാറിന്റെ ജൂളിലേക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 620 ജൂൾ. ആർ യു ഗെറ്റിംഗ് 620 ആസ് ദി ആൻസർ? 620 കിട്ടുന്നുണ്ടോ? കൺവേർഷനിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താ? കൺവേർഷൻ ഫ്രം ലിറ്റർ ബാർ ടു ജൂൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ കൺവേർഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൈന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ മാറും. നോക്ക്, ആദ്യത്തതിൻ്റെത് നെഗറ്റീവാ. കാരണം എന്താ? ഇറ്റ് ഈസ് എക്സ്പാൻഷൻ. എക്സ്പാൻഷനിൽ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. രണ്ടാമത്തെ വർക്ക് ഡൺ 0. മൂന്നാമത്തതിന്റെ വർക്ക് ഡൺ നോക്കിയേ, കംപ്രഷൻ അല്ലേ. 3ൽ നിന്ന് 1ലേക്ക് വോള്യൂം കുറയല്ലേ ചെയ്തേ. കംപ്രഷനിൽ വർക്ക് ഷുഡ് ബി പോസിറ്റീവ്. ശരിയാണ്, ചെയ്തു വരുമ്പോ പോസിറ്റീവ് കിട്ടും. ആ സൈന് മാറിയാലും നമ്മുടെ ആൻസർ മാറി. എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ചെറിയ ചെറിയ കെയർലെസ് ആയിട്ട് തെറ്റിപ്പോരുത്. അതുകൊണ്ടാണ് നമ്മൾ എക്സാംസിന് എനിക്കത് അറിയായിരുന്നു, ഞാനത് ചെയ്തു, പക്ഷെ ഫൈനലി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായി പോകുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അത് ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞിരിക്കുന്നതിൽ ഓർത്തിരിക്കേണ്ടത് കൺവേർഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. സൈന് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചോളണം. ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് നൗ വി ഹാവ് ഇന്റേണൽ എനർജി. ക്യൂ ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയി, വർക്ക് ഡൺ നമുക്ക് ഓക്കെ ആയി. ഇനി ക്യൂവും വർക്ക് ഡണ്ണിനെയും കൂടി ഉപയോഗിച്ച് നമുക്ക് ഇന്റേണൽ എനർജിയുടെ പ്രോബ്ലംസ് ആണ് വരിക, വിച്ച് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ് ഇന്റേണൽ എനർജി എന്ന് പറയാം.
സോ ഇന്റേണൽ എനർജി കാൽക്കുലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇപ്പം നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലുള്ള ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എനർജി ഉണ്ട്. നമ്മുടെ ബോഡിയുടെ അകത്തുള്ള മോളിക്യൂൾസിന്റെ എല്ലാ എനർജീസും ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ, റൊട്ടേഷണൽ, ഓൾ ഫോംസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും മൈന്യൂട്ട് എനർജീസ് വരെ ഉണ്ടാവാം. അപ്പൊ എല്ലാ ഫോംസ് ഓഫ് എനർജിനെയും ഓവറോൾ ആണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയാം. ആൻഡ് ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ വിച്ച് ഈസ് ഇമ്പോർട്ടന്റ്. ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഒബ്വിയസ്ലി ഹീറ്റും വർക്കും കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഈസ് ഇറ്റ് എൻ എക്സ്റ്റെൻസീവ് ഓർ ഇന്റൻസീവ് പ്രോപ്പർട്ടി? അപ്പൊ ഒരാൾക്ക് 100 ജൂൾ ഉണ്ടെങ്കിൽ രണ്ടാൾക്ക് 200 ജൂൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് ടോട്ടൽ ഇന്റേണൽ എനർജി ഈസ് ഓൾവേസ് ഡിസൈഡഡ് ബൈ ദി എമൗണ്ട്. അതുകൊണ്ട് അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, നോ ഡൗട്ട്. ഓക്കെ. ഇഫ് ഇറ്റ് ഇസ് എ സൈക്ലിക് പ്രോസസ്സിൽ സ്റ്റേറ്റ് ഫംഗ്ഷന്റെ ചേഞ്ച് എപ്പോഴും 0 ആണ്. ഇഫ് ഇറ്റ് ഇസ് എൻ ഐസോതെർമൽ പ്രോസസ്, ഇന്റേണൽ എനർജി ആസ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഈസ് സ്ട്രിക്ട്ലി ഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ മാറ്റമില്ല എങ്കിൽ ഇന്റേണൽ എനർജിയിൽ മാറ്റമില്ല. വെരി ഇമ്പോർട്ടന്റ്. എപ്പോഴാണ് ഇന്റേണൽ എനർജി 0 ആകുന്നത്? 1 സൈക്ലിക് പ്രോസസ് ആകുമ്പോ, 2 ഐസോതെർമൽ പ്രോസസ് ആകുമ്പോ. 2 കേസുകളിലാണ് ഇന്റേണൽ എനർജി നമുക്ക് 0 ആയിട്ട് മാറുക. അപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനാണ് ഈ സിസ്റ്റം. ഓക്കെ, എനിക്ക് കുറച്ച് എനർജി കിട്ടി, ഹീറ്റാന്ന് വിചാരിച്ചോ. കുറച്ച് എനർജി കിട്ടി, ഒരു 10 ജൂൾ ഹീറ്റ് കിട്ടി. ഞാൻ ഹീറ്റ് അബ്സോർബ് ചെയ്തു, ഗെയിൻ ചെയ്തത് കൊണ്ട് തന്നെ അത് പ്ലസ്സാ. 10 ജൂൾ ഹീറ്റ് എനിക്ക് കിട്ടി. എന്റെ മേലെ കുറച്ച് വർക്കും ചെയ്തു എന്ന് വിചാരിച്ചോ, ഒരു 10 ജൂളിന്റെ വർക്കും ചെയ്തു. അപ്പൊ ടോട്ടൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ടോട്ടൽ എന്റെ ഗെയിൻ എന്ന് പറയുന്നത് 10 ജൂൾ ആസ് ദി ഫോം ഓഫ് ഹീറ്റ് ആൻഡ് 10 ജൂൾ ആസ് ഇൻ ദി ഫോം ഓഫ് വർക്ക്. അപ്പൊ ടോട്ടൽ എനിക്ക് ശരിക്കും 20 ജൂൾ കിട്ടിയില്ലേ? എന്റെ എനർജി കൂടി. ഒരാളുടെ ആക്ച്വൽ എനർജി കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും, ആക്ച്വൽ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും ചേഞ്ച് പറയാലോ. നമ്മളിപ്പം നോർമലി നിങ്ങൾ നമ്മുടെയൊക്കെ സ്വഭാവം ആലോചിച്ചൊക്കെ, മേ ബി നമ്മൾ ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ കാണപ്പെടും, പക്ഷെ നമുക്ക് ഭയങ്കര എനർജി ഉണ്ടാവുമായിരിക്കും. ബട്ട് അത് മനസ്സിലാകുന്നത് ഇപ്പൊ സൈലന്റ് ആയിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അപ്പൊ സൈലന്റ് ആയിരിക്കുന്ന ആളെ മാത്രം നോക്കുമ്പോൾ ഇയാൾക്ക് ഇത്ര എനർജി ഉണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ദി എക്സാക്ട് എനർജി ഓഫ് എ സിംഗിൾ സിസ്റ്റം. പക്ഷെ ഡ്യൂറിങ് എ പ്രോസസ് പൊട്ടിത്തെറിച്ചപ്പോ നമുക്ക് മനസ്സിലായി, ഓ ഇത്രയും ചേഞ്ച് സംഭവിച്ചു. ഡെൽറ്റ യു ക്യാൻ ബി കാൽക്കുലേറ്റഡ്, ബട്ട് യു കാനോട്ട് ബി കാൽക്കുലേറ്റഡ്. ഓൺലി ചേഞ്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഡെൽറ്റ യു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര എനർജി കിട്ടി, എത്ര കൊടുത്തു എന്നുള്ളതിന്റെ മെഷർമെന്റ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് ഉണ്ടാവുന്ന ഒരാളുടെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ എനിക്ക് എനർജി തരണം. എങ്ങനെ? ഒന്നുകിൽ ഹീറ്റ് ആയിട്ടതായോ അല്ലെങ്കിൽ വർക്കായിട്ടതാ. സോ ദി എനർജി ഡെൽറ്റ യു ഇൻക്രീസ് ഇൻ എനർജി എന്ന് പറയുന്നത് ഞാൻ വാങ്ങുന്ന ഹീറ്റും എന്റെ മേലെ ചെയ്യുന്ന വർക്കും ആണ്. Q പ്ലസ് W എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ W എന്താ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. നമ്മൾ നോർമലി പറയുന്ന വർക്ക് തന്നെയാണ് നമ്മൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിന്റെ പല വേരിയേഷൻസ് പറ്റും. ഇതൊന്നും ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യണ്ട. കാരണം ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് ഇസ് എൻ അഡിയബാറ്റിക് പ്രോസസ്, ഒരു ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ഉണ്ട് എന്ന് പറയുന്നു. ഒരു അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് Q0 ആണ്, നോ ഡൗട്ട്. അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു WI. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു W ഇഫ് ഇറ്റ് ഇസ് എൻ അഡിയബാറ്റിക് പ്രോസസ്. അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു അഡിയബാറ്റിക് വർക്ക് എന്ന് പറയാം. ശരിയല്ലേ? അഡിയബാറ്റിക് വർക്ക്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് അഡിയബാറ്റിക് വർക്ക് എന്ന് നമുക്ക് പറയാം. ഇഫ് ഇറ്റ് ഈസ് ഐസോതെർമൽ, ഐസോതെർമൽ ഡെൽറ്റ ടി 0 ആ. എന്തെങ്കിലും 0 ആവോ? ഡെൽറ്റ യു ഇസ് 0. അപ്പൊ ഡെൽറ്റ യു 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? Q പ്ലസ് W ഇസ് ഈക്വൽ ടു 0 ഓർ Q ഇസ് ഈക്വൽ ടു മൈനസ് W. W കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഹീറ്റ് ഓൾറെഡി കണ്ടുപിടിക്കാം. സൈൻ ഒന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനാണ് ആള്, എനിക്ക് നിങ്ങൾ 10 ജൂൾ ഹീറ്റ് തന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ ഹീറ്റ് എത്രയാ? 10 ജൂൾ ഹീറ്റ് എനിക്ക് തന്നു, എനിക്ക് ഹീറ്റ് ഗെയിൻ ചെയ്തു. സോ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കണം? -10 ആയിരിക്കണം. നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഷനെയാണോ കംപ്രഷനെയാണോ സൂചിപ്പിക്കുന്നത്? നെഗറ്റീവ് വർക്ക് ഈസ് എക്സ്പാൻഷൻ. എന്ന് പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. ശരിയല്ലേ? വെരി ഈസി. നിങ്ങൾ എനിക്ക് 10 ജൂൾ തന്നു, ആ 10 ജൂൾ വെച്ച് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. സിമ്പിൾ.
അതാണ് അത് ഉദ്ദേശിക്കുന്ന ഐഡിയ. ആൻഡ് നൗ കൺസിഡർ ഐസോകോറിക്. ഐസോകോറിക്കിൽ ഡെൽറ്റ വി കോൺസ്റ്റന്റ് ഐ മീൻ സീറോ. വി കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ വി സീറോ. അപ്പൊ ഏതെങ്കിലും ആരെങ്കിലും സീറോ ആവോ? ക്യൂ സീറോ ആവുന്നില്ല, ഡെൽറ്റ യു സീറോ ആവില്ല, ബട്ട് വർക്ക് ഡൺ വിൽ ബി സീറോ. അപ്പൊ എനിക്ക് എന്ത് പറയാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ. നിങ്ങൾ എനിക്ക് 10 ജൂൾ താ, ഞാൻ വർക്ക് ചെയ്യൂല, അത് സ്റ്റോർ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് മൈ ഇന്റേണൽ എനർജി ഇൻക്രീസ്. നിങ്ങൾ എൻ്റെ ഒരു 10 ജൂൾ എടുത്തു പോ, അപ്പൊ എനിക്ക് അത്രയും എനർജി നഷ്ടം വരും. നത്തിങ് ഈസ് ഹാപ്പനിങ്. വേറെ ഒന്നുമില്ല, വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഐസോബാറിക് ആണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പൊ നമ്മള് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ക്യൂ തന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ ഒന്നും സീറോ ആവുന്നില്ല. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഇതാണ് അതിന്റെ കേസസ്. ഓക്കെ ആണോ? അപ്പൊ ഇന്റേണൽ എനർജി എന്നുള്ളത് ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് സീറോ ആണെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് സീറോ ആണ്. വെരി ഈസി. ഞാൻ നിങ്ങൾക്ക് 4 ഗ്രാഫ് തന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇതില് യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ആണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇതിൽ ഏത് ഗ്രാഫാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്രാഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? വേഗം പറഞ്ഞേ. യു വേഴ്സസ് ടി ചെയ്യുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്രാഫ് ആയിട്ട് ഏതാ പറയാൻ പറ്റുക? അപ്പൊ ഓർമ്മ വരണം, അതിന്റെ റിലേഷനൊക്കെ ഓർമ്മ വരണം. യു പ്രൊപ്പോർഷണൽ ടു ടി ആണ് അല്ലേ? ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. അവര് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ടെമ്പറേച്ചർ സീറോ ആണെങ്കിൽ യു എന്തായാലും സീറോ ആയിരിക്കണം. സോ മൂന്നാമത്തേതാ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരിക. ഒന്നാമത്തെ കേസിൽ ടെമ്പറേച്ചർ സീറോ ആകുമ്പോൾ ഇന്റേണൽ എനർജി സീറോ എന്ന് കാണിക്കുന്നില്ലല്ലോ. സോ ബെറ്റർ ഓപ്ഷൻ ഈസ് 3. ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതിന്ന് വരുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. ഡബ്ല്യു സീറോ ആകുന്നത് എപ്പോഴായിരുന്നു? ഐസോകോറിക് പ്രോസസ്സിലാണ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോള്യം അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് വോള്യത്തിൽ വർക്കില്ല, നമുക്ക് ക്യൂ തന്നെ ആയിരിക്കും ഡെൽറ്റ യു, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. ക്യൂവിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാ. ക്യൂവിന്റെ ഇക്വേഷൻ എന്താ? എൻ സി ഡെൽറ്റ ടി. Therefore QV is equal to NCV delta T. Very easy. Constant വോള്യത്തിലുള്ള ക്യൂ എന്ന് പറഞ്ഞ NCV delta T. ശരിയല്ലേ? ഡെൽറ്റ യു പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് കിട്ടിയില്ലേ? നോക്കിയേ, അതാ നമ്മൾ പറഞ്ഞേ. ഡെൽറ്റ യു സ്ട്രിക്ട്ലി ഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെൽറ്റ യു ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. Let us do this problem. ഒന്ന് ചെയ്ത് നോക്കാലോ. 2023 തന്നെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാരും ചെയ്യാം. When 2 liters of an ideal gas expands isothermally into vacuum, a total volume of 6 liter, the change in internal energy. Internal energyയുടെ ചേഞ്ച് എന്താണ്? 2 ലിറ്റർ ഐഡിയൽ ഗ്യാസിനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഐസോതെർമലി ആണ് എക്സ്പാൻഡ് ചെയ്തത്, വാക്വത്തിലേക്കാണ് എക്സ്പാൻഡ് ചെയ്തത്. 2 ലിറ്റർ 6 ലിറ്റർ ആയിട്ട് മാറി. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി? ആലോചിക്കണം. ആസ് ഇറ്റ് ഈസ് ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞൂടെ? ഐസോതെർമൽ ഡെൽറ്റ ടി സീറോ ആ. അപ്പൊ ഡെൽറ്റ യു ഓട്ടോമാറ്റിക്കലി സീറോ. യുവർ ആൻസർ ഈസ് സീറോ. ഡൺ. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. വെരി ഈസി. ഓക്കെ. ലെറ്റ് us see this. 1 mole of an ideal gas is allowed to expand reversibly and adiabatically from a temperature of 27 degrees Celsius. The work done is 3 kilojoule per mole. The final temperature of the gas is adiabatic ആണല്ലോ പ്രോസസ്. ഫൈനൽ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയുന്ന ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്യൂ സീറോ ആയിരിക്കും. അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്, നോ ഡൗട്ട്. ഡെൽറ്റ യു നമുക്ക് ഡബ്ല്യു ആയിട്ട് എടുക്കാം. എങ്ങനെ നിങ്ങൾ ഇത് കണ്ടുപിടിക്കും? സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു, ഡെൽറ്റ യു എന്താ നമുക്കറിയാമേ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണ്ടേ നമുക്ക്?
ഒരു ടെമ്പറേച്ചർ തന്നു, ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പൊ T1 T2 ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കണം. ആലോചിച്ച് നോക്കിയേ, T1 T2 നമുക്ക് വേണ്ടേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലല്ലോ അവിടെ. അപ്പൊ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. NCV ഡെൽറ്റ ടി. ഇതാണ് വർക്ക് ഡൺ. സോ വർക്ക് ഡൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 3 കിലോ ജൂൾ ആണ്. എക്സ്പാൻഷൻ ആയതുകൊണ്ട് നമ്മുടെ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് എഴുതാം? -30 കിലോ ജൂൾ is equal to N, which is 1 mole, CV, which is given as 20 joule per Kelvin per mole, into delta T. അപ്പൊ delta T എത്രയാ? -30 into 30 ഇല്ല, 3 ഉള്ളൂ. 3 കിലോ ജൂൾ ആണ്, അവിടെ 3 മതി, by 20. So you get -150. T2 minus T1 is equal to -150. So final temperature is equal to -150 plus T1. -150 plus T1 എത്രയാ? 27 degrees Celsius അഥവാ 300 Kelvin, which is equal to 150 Kelvin. കിട്ടിയോ? 3 ആണ്. 3 ആക്കി ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എടുക്കണം എന്നല്ലേ പെട്ടെന്ന് ക്ലിക്ക് ആവാത്തത്? എങ്ങനെയാണ് സെലക്ഷൻ നമ്മൾ ചെയ്യുക? CV എന്തായാലും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നു, ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ദിസ് ഈസ് ഹൗ യു ക്യാൻ ഈസിലി ഡിസൈഡ്. അപ്പൊ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം, T1 T2 വേണം, CV തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് CVയും ഡെൽറ്റ ടിയും വരുന്ന ഇക്വേഷൻ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ക്ലിക്ക് ആവും. ഡെൽറ്റ യു ആണ് നമ്മളത് പഠിച്ചിരിക്കുന്നത്, NCV ഡെൽറ്റ ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ തന്നു. അപ്പൊ ഡെൽറ്റയും വർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആലോചിച്ചു. യെസ്, അഡിയബാറ്റിക് ആയതുകൊണ്ട് ഡെൽറ്റ യു ഈക്വൽ ടു W ആണെന്ന് മനസ്സിലായി, നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഡെൽറ്റ യു ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു വർക്ക് ഡൺ. എക്സ്പാൻഷൻ ആയതുകൊണ്ട് ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് -3 ആണ്. ആ സൈന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇടണം. ശരിയല്ലേ? കിട്ടിയല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പോ യു നമ്മൾ എന്താന്ന് പറഞ്ഞു? ഡെൽറ്റ യു നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിനെ ബോം കാലോറിമീറ്റർ എന്നാ പറയാ. ബോം കാലോറിമീറ്റർ ഒന്നുമില്ല, നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളൊരു എക്യുപ്മെന്റ് എടുത്തു. ഇതാ നോക്കിയേ, ഒരു ചെറിയ ബോക്സ് കണ്ടില്ലേ? ആ ബോക്സിനകത്ത് നമ്മുടെ സബ്സ്റ്റൻസിനെ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഇതിനെ ബേൺ ചെയ്യാണ്, കത്തിക്കുകയാണ്. സോ ബേൺ ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും, എക്സോതെർമിക്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ചൂട് റിലീസ് ചെയ്തു. ഒരു 100 ജൂള് റിലീസ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ വെള്ളം ചൂടായി, ശരിയല്ലേ? വെള്ളം ചൂടാകുമ്പോ അതിന്റെ ടെമ്പറേച്ചർ കൂടും. അപ്പൊ എത്രയാണോ ഹീറ്റിനെ വാട്ടർ അബ്സോർബ് ചെയ്തത്, ഒരു 100 ജൂൾ ഹീറ്റിനെ വാട്ടർ അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 ജൂൾ സിസ്റ്റം റിലീസ് ചെയ്തു എന്നർത്ഥം. കാരണം സിസ്റ്റം പുറത്തേക്ക് കൊടുക്കുന്നതാണ് വെള്ളം അബ്സോർബ് ചെയ്തത്. അപ്പൊ വെള്ളം എത്രയാണ് അബ്സോർബ് ചെയ്യുന്നത്? അത് 100 ആണ്. അബ്സോർബ് ചെയ്യുന്നത് പ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് -100 എന്ന് നമ്മൾ പറയണം. ആൻഡ് ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് എ കോൺസ്റ്റന്റ് വോള്യം. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ബോക്സ് ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ്, അതിന്റെ വോള്യം ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ വോള്യം ചേഞ്ച് ഇല്ല. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഹീറ്റ് ഈസ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. സിസ്റ്റം റിലീസ് ചെയ്തിരിക്കുന്ന ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. ദോർഫോർ ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ. എത്ര ഹീറ്റ് ആണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഘട്ടത്തിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഓടിച്ചു നോക്കണേ. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോഴേക്ക് ക്യൂ അതിന്റെ സൈൻ കൺവെൻഷൻ, വർക്ക് അതിന്റെ ഇക്വേഷൻസ്, സൈൻ കൺവെൻഷൻസ്, പിന്നെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q + W എന്നുള്ള കേസ്. എപ്പോഴൊക്കെയാണ് ആരൊക്കെയാണ് 0 ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ യു ബോം കാലോറിമീറ്ററിൽ വെച്ച് ചെയ്തു. അപ്പൊ അത്രയല്ലോ ഡെൽറ്റ യു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ നമുക്ക് വരുന്നത് ഇന്റേണൽ എനർജി പോലെ ഒരു കോൺസെപ്റ്റ് ആണ് എൻതാൽപി, വിച്ച് ഈസ് H. എൻതാൽപിയെ നമ്മൾ H എന്നാ വിളിക്കുക. ചേഞ്ചിന് എൻതാൽപി ഡെൽറ്റ H എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ H എന്ന് വിളിച്ചു. എൻതാൽപി ഈസ് H. എൻതാൽപി ഭയങ്കര പ്രധാനമാണ്. കാരണം കാൽക്കുലേറ്റ് ദി എൻതാൽപി ഓഫ് ഫോർമേഷൻ, എൻതാൽപി ഓഫ് റിയാക്ഷൻ, എൻതാൽപി ഓഫ് സബ്ലിമേഷൻ, മൊത്തം എൻതാൽപിയാ ചോദ്യം. സോ എൻതാൽപി എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ആണ്. ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ
H is equal to U plus PV. അപ്പം എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ നോർമൽ കേസിലല്ല. ഇപ്പൊ നോക്കിയേ, പെട്ടെന്ന് നിങ്ങളിവിടെ സൂക്ഷിച്ചു നോക്കൂ. ഇപ്പൊ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ വായിൽ നിന്ന് ഈ ഒരു പെന്നെടുത്തു. നൗ ഇതിനു വേണ്ടിയുള്ള എനർജി, അതായത് ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് ഒരാൾ ഉണ്ടാകാനുള്ള എനർജി, അതാ ടോട്ടൽ എൻതാൽപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കണേ, ഇപ്പൊ ഞാനൊരു റിയാക്ഷൻ പറയുന്നു, കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിങ് കാർബൺ ഡൈ ഓക്സൈഡ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? ഇല്ല. റിയാക്ഷൻ നടക്കുമ്പോഴും പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മാജിക് പോലെ ഉണ്ടായതല്ലേ? റിയാക്ഷൻ നടന്നപ്പോൾ ഉണ്ടായതാ കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ നേരത്തെ ഇല്ലാതിരിക്കുകയും ഇമ്മീഡിയറ്റ്ലി അത് പ്രസന്റ് ആവുകയും ചെയ്താൽ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷനായിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് വേണ്ട എനർജിയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഞാനിപ്പോ ഇവിടെ ഇല്ല, ഓക്കെ, ഞാൻ അപ്രത്യക്ഷനാണെന്ന് വിചാരിക്കാം, എന്നിട്ട് പെട്ടെന്ന് ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് എന്റെ ഇന്റേണൽ എനർജി മൊത്തത്തിൽ വേണം. അല്ല, എനിക്കൊരു എനർജി ഉണ്ട്, ലെറ്റ് സേ 100 ജൂൾ, പ്ലസ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു എനർജി കൂടി വേണ്ടേ? ഒന്നും ഇല്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു അഡീഷണൽ എനർജി കൂടി വേണ്ടേ? അങ്ങനെ ഓർത്താൽ H is equal to U plus PV. യു എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള ഇന്റേണൽ എനർജി, പി വി എന്ന് പറയുന്നത് അതിനെ ബ്രിങ് അപ്പ് ചെയ്യാനുള്ള ഒരു അഡീഷണൽ വർക്കാ. പി വി വർക്കാണല്ലോ ആക്ച്വലി പി വി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ടുവരാനുള്ള ഒരു എനർജി കൂടി. അങ്ങനെ ടോട്ടൽ എനർജിയാണ് നമ്മൾ പറയേണ്ടത്. സോ എപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ഡെൽറ്റ എച്ച് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതാണ് കുറച്ചുകൂടി ലോജിക്കലി കറക്റ്റും ഡെൽറ്റ എച്ച്, കാരണം പ്രോഡക്റ്റുകൾ ഉണ്ടാവുകയല്ലേ. സോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ആണ്, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ഇക്വേഷൻ H is equal to U plus PV. അപ്പൊ ഡെൽറ്റ എച്ച് ആണെങ്കിൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ഇക്വേഷൻസ് എഴുതാം. അതൊന്നും അല്ല പോയിന്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിൽ ഇന്റേണൽ എനർജി 0 ആണ്, ഒന്നുമില്ല. അതുപോലെ എൻതാൽപ്പിയും 0 ആണ്. സൈക്ലിക് പ്രോസസ് ആണെങ്കിലും 0 ആണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണല്ലോ, അപ്പൊ അത് 0 ആണ്. അത് ശ്രദ്ധിക്കാം. ഇത് ശ്രദ്ധിക്കാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഐസോ തെർമൽ പ്രോസസ്സിൽ 0 ആകുന്നത് ആരൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഡെൽറ്റ ടി 0 ആണ്, ഡെൽറ്റ യു 0 ആണ്, ഡെൽറ്റ എച്ച് 0 ആണെന്നൊക്കെ പറയാം. ഏറ്റവും പ്രധാനമായിരിക്കുന്ന കോൺസെപ്റ്റ് ഈ പറയുന്നത് എന്താ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓർ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എൻ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ്, ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ആണ്, മറന്നു പോകരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആ, വെരി 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 ഇമ്പോർട്ടന്റ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ശരിക്കും ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് പറയാം. ചോദ്യം ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കാം, ഒരു റിയാക്ഷൻ ഒക്കെ തരുവേ, ശ്രദ്ധിച്ചു വെക്കണേ, ഭയങ്കര പ്രധാനപ്പെട്ടതാ, ശ്രദ്ധിച്ചു വെക്കണം, ഡീവിയേറ്റ് ചെയ്ത് പോരുത്, ഫോക്കസ് ചെയ്യണേ. ഒരു റിയാക്ഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഇൻ ഹീറ്റ് റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ഹീറ്റ് റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ എൻ ആർ ടി കണ്ടുപിടിച്ചാൽ മതി. വെരി ഈസി. ഡെൽറ്റ എൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ക്യൂ പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്, ക്യൂ പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്, ക്യൂ വി എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഇക്വേഷനെ ക്യൂ പി ഈസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നും എഴുതാം. അത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ക്യൂ പി എന്ന് പറഞ്ഞാൽ എന്താ? എൻ സി പി ഡെൽറ്റ ടി അല്ലേ, ക്യൂ സി ഡെൽറ്റ ടി അല്ലേ, ക്യൂ വി എൻ സി വി ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ എൻ ആർ ടി, അല്ലെങ്കിൽ എൻ ആർ ടി ഒക്കെ വരുന്നു, എൻ ഒക്കെ നമുക്ക് ക്യാൻസൽ ആവുന്നു അല്ലേ. ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഭാഗം ക്യാൻസൽ ആയ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ, ഓർ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. മേയേഴ്സ് റിലേഷൻ ഒക്കെ കിട്ടും. വെരി സിമ്പിൾ. അതാണ് ഇത്. ആക്ച്വലി ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിന്റെ റിലേഷൻ, ക്യൂ പിയുടെ ക്യൂ വിയുടെ റിലേഷനിൽ നിന്നൊക്കെ നമുക്ക് സി പി സി വിയുടെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ സി വി ഇസ് ഈക്വൽ ടു 3/2 ആർ, സി പി ഇസ് ഈക്വൽ ടു 5/2 ആർ. ഡൈ അറ്റോമിക് ഗ്യാസസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സി വി ഇസ് ഈക്വൽ ടു 5/2 ആർ,
CP is equal to 7/2R. പോളി അറ്റോമിക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ CV is equal to 3R. ഒരാളെ മാത്രം പഠിച്ചാൽ മതി, മറ്റേയാളെ പ്ലസ് R ചെയ്താൽ കിട്ടുമല്ലോ. CP is equal to 3R plus R, which is equal to 4R. So this is monoatomic, this is diatomic, and this is polyatomic. പക്ഷെ നോർമലി നമുക്ക് ഇൻഡിജർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ CP CV എന്തായിട്ട് എടുക്കണം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. ആറിന്റെ വാല്യൂ എത്ര എടുക്കണം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. മോണോആറ്റോമിക്, ഡയറ്റോമിക്, പോളിയാറ്റോമിക്, അത് ശ്രദ്ധിക്കാം. Okay. Let us see the question here. The work done during the expansion of a gas, from a volume of 4 dm cube, which is 4 liter, to 6 liter against a constant external pressure of 3 atm. External pressure already തന്നിട്ടുണ്ട്, constant external pressure already തന്നു. 4 liter നിന്ന് 6 ലിറ്ററിലേക്കാണ് നമുക്ക് മാറുന്നത്. How will you calculate the work done? Against a constant external pressure എന്ന് പറഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. -P external into delta V ചെയ്യുന്നു. എക്സ്റ്റേണൽ പ്രഷർ 3 atm ആണ്. ഡെൽറ്റ വി ഫൈനൽ മൈനസ് ഇനീഷ്യലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -6 ലിറ്റർ atm ആണ്. യൂണിറ്റ് ഭയങ്കര പ്രധാനമാണ്. ഒറ്റയടിക്ക് -6 കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ പോയി 1 എഴുതരുത്, അത് തെറ്റിപ്പോവും. കാരണം ലിറ്റർ atmലാണെങ്കിൽ മാത്രമേ -6 വരുള്ളൂ. അതിന് ജൂളിലേക്ക് മാറ്റണമെങ്കിലോ ഇൻറ്റു 101.3 വെച്ചിട്ടും കൺവേർട്ട് ചെയ്യണ്ടേ. ഇത്രയും ജൂൾ, -606 ജൂൾ കിട്ടി, ഓർ -608 ജൂൾ. യു ഗെറ്റ് ഓപ്ഷൻ ബി. ബി ആ നമുക്ക് വരിക. ബി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബി ആ വരുന്നത്. അടുത്ത് നോക്കണേ, വേഗം ഇതിന്റെ ആൻസർ പറഞ്ഞേ, വേഗം. അതോടെ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻട്രോപ്പിയുടെ ക്രൈറ്റീരിയയിലേക്ക് പോകും. എൻട്രോപ്പി സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ വേഗം പറയും. When 1 mole of a gas is heated at constant volume, വോള്യൂം കോൺസ്റ്റന്റ് ആണേ. കോൺസ്റ്റന്റ് വോള്യൂം ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും, കാരണം ഐസോകോറിക്കിൽ വർക്ക് ഡൺ 0 ആണ് എന്ന് നമുക്കറിയാം. The temperature is raised from 298 Kelvin to 308 Kelvin. Heat supplied to the gas. ഗ്യാസിന് ഹീറ്റ് കിട്ടി. ഞാൻ എടുത്തിരിക്കുന്ന ഗ്യാസ് ഇതാണെങ്കിൽ 500 ജൂള് സപ്ലൈ ചെയ്തിട്ടുണ്ട്. 500 ജൂള് സപ്ലൈ ചെയ്തു. സോ വാട്ട് ഷുഡ് ബി ക്യൂ? സപ്ലൈഡ് ആണ്. സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു, അബ്സോർബ് ചെയ്തു, ഗെയിൻ ചെയ്തു. ഗെയിൻ ചെയ്താൽ അത് പോസിറ്റീവ് ആയിരിക്കണം. Then which is correct? So delta U is equal to Q plus W ആണ്. W 0 ആയതുകൊണ്ട് it should be 500. രണ്ടും 500 ജൂൾ ആയിരിക്കണം, വർക്ക് 0 ആയിരിക്കണം. യുവർ ഓപ്ഷൻ 2. വെരി ഗുഡ്, വെരി ഗുഡ്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് യുവർ സെക്കൻഡ് ഓപ്ഷൻ. ഫസ്റ്റ് തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. അപ്പൊ ആ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം ഡെൽറ്റ യു ക്യൂ ഡബ്ല്യു വെച്ചിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത കേസാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് പറയാം. സ്പോണ്ടേനിയസ് പ്രോസസ്സ് പറയാൻ ഒരു റിയാക്ഷൻ സ്വമേധയാ നടക്കുന്നതിനെ സ്പോണ്ടേനിയസ് എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ 2 തരത്തിൽ പറ്റാമേ. ഒന്ന്, നമ്മളൊന്നും ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് റിയാക്ട് ചെയ്തോളൂ. 2, വിച്ച് റിക്വയേഴ്സ് ആൻ ആക്ടിവേഷൻ. ഒന്ന് തൊട്ട് കൊടുക്കണം. ഇപ്പൊ ബോംബ് പൊട്ടുന്നേക്ക് ആലോചിച്ച് നോക്കിയേ, ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളും. ഇപ്പൊ വിറക് കത്തുന്നു, വിറക് താനേ കത്തുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇനീഷ്യേഷൻ കൊടുത്താൽ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കോളും. അപ്പൊ അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറയാൻ നമ്മൾ ഒന്നുകിൽ അല്ലേ 3 കാര്യങ്ങളുണ്ട്. ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ്, ഫ്രീ എനർജി. ഈ 3 കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ പറയുന്നത്. ഡെൽറ്റ എച്ച് എന്താണെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ആൻഡ് നൗ ലിസൺ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഡെൽറ്റ എൻ 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതില് എൻതാൽപ്പിയും എൻതാൽപ്പി ചേഞ്ചും ഇന്റേണൽ എനർജി ചേഞ്ചും സെയിം ആയിരിക്കുന്നത് ഏതിലാന്ന് ചോദ്യം വരും. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഡെൽറ്റ എൻ വെച്ച് കണ്ടുപിടിക്കണം. ഡെൽറ്റ എൻ 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. ഡെൽറ്റ എൻ ഗ്രേറ്റർ ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ അല്ലെ. ഡെൽറ്റ എൻ വലുതാണെങ്കിൽ ഡെൽറ്റ എച്ച് വലുതാ. ഡെൽറ്റ എൻ ചെറുതാണെങ്കിൽ ഡെൽറ്റ യു ആയിരിക്കും വലുത്. വെരി ഈസി. നമുക്ക് 2 തരത്തിലുള്ള റിയാക്ഷൻ ആണ്, എക്സോതെർമിക്കും എൻഡോതെർമിക്കും. ഇത് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ ഇന്നലെ കൂടി ജീനിയസിൽ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റിലീസ് ചെയ്യും അല്ലേ. എൻഡോതെർമിക്കിൽ എനർജി അബ്സോർബ് ചെയ്യും.
അപ്പൊ എക്സോതെർമിക്കിൽ ആരുടെ എനർജിയാണ് കൂടുതൽ? റിയാക്ടന്റിന്റെ എനർജിയാ കൂടുതൽ പ്രോഡക്റ്റിനേക്കാളും. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്, അത് നെഗറ്റീവേ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൻഡോതെർമിക് എനർജി വാങ്ങണം. അപ്പൊ ഇനീഷ്യലി റിയാക്ടന്റിന് എനർജി കുറവാണ്, എനർജി വാങ്ങിയിട്ട പ്രോഡക്റ്റ് ആവുക എൻഡറിങ് പ്രോഡക്റ്റിനാണ് എനർജി കൂടുതൽ. സോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും, നോ ഡൗട്ട്, പോസിറ്റിവിറ്റി. അപ്പൊ നമ്മുടെ കയ്യിൽ എക്സോതെർമിക് റിയാക്ഷൻസും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷനും ഉണ്ട്. കമ്പഷൻ, ബേണിംഗ് എപ്പോഴും എക്സോതെർമിക്കാ, കാരണം ചൂട് കിട്ടുമല്ലോ, ചൂട് റിലീസ് ചെയ്യും. നേരെ മറിച്ച് മെൽറ്റിംഗ് ഓഫ് ഐസ്, സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആകുക, സോളിഡ് ഗ്യാസ് ആവുക, ഇതൊക്കെ എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആകാൻ ഡെൽറ്റ എച്ച് എപ്പോഴും നെഗറ്റീവ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ല എന്നൊരർത്ഥമൊന്നുമില്ല. ഓക്കെ, നോക്കാമേ. ചൂസ് ദി റിയാക്ഷൻ, ഇതാ ഞാൻ പറഞ്ഞേ, ചൂസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ഡെൽറ്റ എച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ യു. ഏതിലാണ് ഡെൽറ്റ എച്ച് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ യു എന്നാണ് ചോദ്യം. നമുക്കറിയാം ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആവണമെങ്കിൽ ഡെൽറ്റ എൻ 0 ആയിരിക്കണം. ഡെൽറ്റ എൻ 0 അല്ലെങ്കിൽ അത് ഈക്വൽ ആവില്ല. ഒന്നാമത്തെ കേസ് നോക്കിയേ, ഡെൽറ്റ എൻ എത്രയാ? പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. പ്രോഡക്റ്റിൽ ഒരു ഗ്യാസ്, റിയാക്ടന്റിലുള്ള സോളിഡ് നോക്കണ്ട, ഗ്യാസ് മാത്രം, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ അത് വരില്ല. രണ്ടാമത്തെ കേസിൽ ഡെൽറ്റ എൻ എത്രയാ? പ്രോഡക്റ്റിൽ ഒരു ഗ്യാസ് മൈനസ് റിയാക്ടന്റിൽ 2 ഗ്യാസ്. സോ ദാറ്റ് ഷുഡ് ബി യുവർ ആൻസർ. യു ഗെറ്റ് ഓപ്ഷൻ 2. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലേ? വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഈസി ആയിട്ട് നമുക്ക് ചെയ്തൂടെ? ഒരു ചോദ്യം നോക്കിയേ. ഗിവൺ ദി റിയാക്ഷൻ അറ്റ് 1240 കെൽവിൻ, ടെമ്പറേച്ചർ തന്നിരിക്കുന്നു 1240 കെൽവിൻ ആൻഡ് 1 atm, പ്രഷറും തന്നു. കാൽഷ്യം കാർബണേറ്റ് സോളിഡ് gives calcium oxide solid plus carbon dioxide gas. Okay, delta H is equal to 176 kilojoule. Then what is delta U? അതാണ് ചോദിച്ചത്. ഡെൽറ്റ എച്ച് തന്നിട്ട് ഡെൽറ്റ യു ചോദിച്ചു. റിലേഷൻ എന്തെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടോ? ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിൽ റിലേഷൻ ഉണ്ട്. വാട്ട് ഈസ് എ റിലേഷൻ? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അപ്പൊ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. സോ ലെറ്റ് us ഫൈൻഡ് ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്താ? പ്രോഡക്റ്റിലുള്ള ഗ്യാസ് മൈനസ് റിയാക്ടന്റിലുള്ള ഗ്യാസ്. റിയാക്ടന്റിൽ ഗ്യാസ് ഒന്നുമില്ല, അപ്പൊ 1 ആ ഡെൽറ്റ എൻ. എങ്കിൽ ഡെൽറ്റ എൻ ആർ ടി എത്രയാ? 1 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഇൻറ്റു ടെമ്പറേച്ചർ 1240. അപ്പൊ എനിക്ക് കിട്ടുന്ന ആൻസർ ജൂളിലായിരിക്കും. ഏകദേശം എത്ര വരും നോക്കിയേ, ചെയ്യാം. ആയിരത്തി 1240 ഇൻറ്റു 83 ചെയ്യുന്നു. 4 12 24 7 3 3 9 8 2 7 8. അപ്പൊ നമുക്ക് കിട്ടുന്നത് 10,282. ഇത്രയും ജൂൾ ആയിരിക്കും. കിലോ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ 10.28 കിലോ ജൂൾ. എന്തിനാ ഞാൻ കിലോ ജൂളിൽ മാറ്റിയത്? വെറുതെ ആണോ? അല്ല, ഡെൽറ്റ എച്ച് കിലോ ജൂളിലാ തന്നെ, ഡെൽറ്റ യുവും കിലോ ജൂളിലാണ് നമുക്ക് വേണ്ടത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 176 കിലോ ജൂൾ മൈനസ് ഒരു 10 കിലോ ജൂൾ മൈനസ് ചെയ്യുമ്പോൾ 166. യുവർ ആൻസർ വിൽ ബി ബി. കേട്ടോ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ഇനി നമ്മളെ ബാധിക്കുന്നത് എൻട്രോപ്പിയാണ്, നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത്. എന്നിട്ട് അവസാനം നമുക്ക് ഡെൽറ്റ എച്ചിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് പ്രധാനമാണ്. എൻട്രോപ്പി നോക്കാം. എൻട്രോപ്പിയിലേക്ക് ടൈം കിട്ടുമോ? ടൈം ഇന്ന് വൈകിട്ട് നാളെ മോർണിംഗ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ, 15th ഉള്ളവർക്ക്. എൻട്രോപ്പി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ബാക്ക് ടു ദിസ്. എൻട്രോപ്പി ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. എൻട്രോപ്പി ഒരു റിവേഴ്സിബിൾ സിസ്റ്റത്തിന്റെ ഡെൽറ്റ എസ് എൻട്രോപ്പി എന്ന് പറയുന്നത് Q റിവേഴ്സിബിൾ ബൈ T ആണ്. യു നോ ദി ഇക്വേഷൻ.
എൻട്രോപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. കാരണം എമൗണ്ടിനനുസരിച്ചിട്ടാണ് ഉണ്ടാവാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻട്രോപ്പി എന്ന് പറഞ്ഞ ഡിസോർഡർനെസ് ആണ്. ഒരാളുണ്ട്, ഒരു സിസ്റ്റത്തിൽ ഒരാളേ ഉള്ളൂ. രണ്ടാൾക്കാരുണ്ട് എന്ന് വിചാരിച്ചു, ആൾക്കാർ കൂടുമ്പോൾ ഡിസോർഡർനെസ് കൂടും. ഒരു റൂമില് നിങ്ങൾ ഒരാൾ മാത്രമുണ്ട്, നിങ്ങളൊരു 10 കുട്ടികളും ഉണ്ട്. അപ്പൊ ഡിസോർഡർനെസ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ഇഫ് യു ആർ മോർ ഇൻ നമ്പേഴ്സ്. അപ്പൊ നമ്പർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടും. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഒന്നുമില്ല, സംശയമൊന്നുമില്ല. സൈക്ലിക് പ്രോസസ്സിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കും. ഒരാളുടെ ടോട്ടൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്ങിന്റെയും എൻട്രോപ്പി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എൻട്രോപ്പിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഒരു ടൈപ്പ്, നിങ്ങൾക്ക് കുറച്ച് സിസ്റ്റം തന്നിട്ട് ഏതിലാണ് എൻട്രോപ്പി കൂടുന്നത്, ഏതിലാണ് എൻട്രോപ്പി കുറയുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ തരാം. അതിന് നിങ്ങൾ എന്താ അറിയേണ്ടത്? സി ഹിയർ, ഇവിടെ നിങ്ങൾ നോക്കിയേ, സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പി കൂടും, കാരണം ഡിസോർഡർനെസ് കൂടും. സോളിഡിനും ലിക്വിഡിന്റെയും ഗ്യാസിനായിരിക്കും എപ്പോഴും എൻട്രോപ്പി കൂടുതൽ. വെരി ഇമ്പോർട്ടന്റ്. ഗ്യാസിന് എൻട്രോപ്പി ഭയങ്കര കൂടുതലാണ്. ഇനി എന്റെ ചോദ്യം, ഇത് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ കയ്യിൽ ഐസ് ഉണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഇതിനെ വാട്ടർ ആക്കി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അതിലുള്ള എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ S1 എന്ന് വിചാരിക്കാം. ആൻഡ് ഓൾസോ ഐ ഹാവ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് 0 തന്നെ എടുക്കാം. വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വാട്ടർ ഹീറ്റഡ് ടു 25 ഡിഗ്രി സെൽഷ്യസ്. യു ഹാവ് ഡെൽറ്റ S2. ഏതിലായിരിക്കും എൻട്രോപ്പി ചേഞ്ച് കൂടുതൽ? ഒന്ന് പറഞ്ഞേ, എൻട്രോപ്പി ചേഞ്ച് ഏതിലായിരിക്കും കൂടുതൽ? പറഞ്ഞോ, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഡെൽറ്റ S1 ഉണ്ട്, ഡെൽറ്റ S2 ഉണ്ട്. ഏതിലാ എൻട്രോപ്പി കൂടുതൽ വരിക? എപ്പോഴും എൻട്രോപ്പി കൂടുതൽ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് മാറുമ്പോഴായിരിക്കും. ഒന്നാമത്തെ കേസിൽ ഐസ് സോളിഡ് ഗ്യാസ് ആയി, രണ്ടാമത്തതിൽ സോളിഡ് ലിക്വിഡ് ആയി, രണ്ടാമത്തതിൽ രണ്ടും ലിക്വിഡ് ആണ്. സോ ഓൾവേസ് റിമെമ്പർ, വെനെവർ ദർ ഇസ് എ ഫിസിക്കൽ ട്രാൻസിഷൻ ഹാപ്പനിങ്, ട്രാൻസിഷനിൽ ഭയങ്കര എൻട്രോപ്പി ആയിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ആലോചിച്ചിട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡെൽറ്റ S1 വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ S2. കാരണം ചിലപ്പോൾ നമുക്കൊന്ന് കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കൂടുതൽ. കാരണം അടുത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ ദൂരെയായില്ലേ, അതുകൊണ്ട് 1 അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എൻട്രോപ്പി ചേഞ്ച് ഇങ്ങനെ ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവാപറേഷൻ, ബോയിലിംഗ് ഒക്കെ സംഭവിക്കാണ്. എൻട്രോപ്പി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ S ഈസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ ടെമ്പറേച്ചറാ. ഈ പ്രോസസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ QP നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ H എന്ന് എഴുതാം. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഡെൽറ്റ S എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ബൈ ടെമ്പറേച്ചർ, മെൽറ്റിംഗ് പോയിന്റ്. ഇനി ബോയിലിംഗ് ആണ് അല്ലെങ്കിൽ ഇവാപറേഷൻ ആണെങ്കിലോ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ H വേപ്പറൈസേഷൻ ബൈ ടെമ്പറേച്ചർ. അപ്പൊ ഒരു ഫേസ് ട്രാൻസിഷൻ വരുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ആൻഡ് ഓൾസോ ഇനി പറയാൻ പോകുന്ന ഇക്വേഷനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇഫ് യു ഹാവ് എ റിവേഴ്സിബിൾ, ഒരു ഡെൽറ്റ S സിസ്റ്റം ഫോർ റിവേഴ്സിബിൾ പ്രോസസ്, 2 ഇക്വേഷൻ ആയിട്ട് ഓർത്തു വെക്കണം. ശ്രദ്ധിക്കണേ, ആ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, അത് വിച്ച് വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ്. ഡെൽറ്റ S ഈസ് ഈക്വൽ ടു NCV ln T2 by T1 പ്ലസ് ആദ്യം CV എടുത്തേ, അപ്പോ രണ്ടാമത് വരുന്നതിൽ V ആണ്, NR ln V2 by V1, ഓർ ഇറ്റ് ഈസ് NCP ln T2 by T1 പ്ലസ് NR CP എടുത്തത് കൊണ്ട് പ്രഷറാ വരിക. പ്രഷർ അപ്പൊ P1 by P2 കൊടുക്കണം. V2 by V1 കറസ്പോണ്ടിങ് പ്രഷറിനെ P1 by P2 എന്നല്ലേ കൊടുക്കുക. ദീസ് ആർ ദ 2 ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷൻസ് പഠിച്ചാൽ എല്ലാ പ്രോസസ്സിലും നിങ്ങൾക്ക് എഴുതാം. നോക്കിയേ, റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ഭാഗം പോയി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആ. അപ്പൊ നിങ്ങൾക്ക് അതിനെ ഒന്നുകിൽ NR ln V2 by V1 എന്ന ഈ ഭാഗത്തിന് എടുത്താൽ മതി, അല്ലെങ്കിലോ NR ln P1 by P2. ഈ 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇഫ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഐസോകോറിക്, അപ്പൊ വോള്യം ടേം പോയി. വോള്യം വരുന്നത് ഫസ്റ്റ് ഇക്വേഷനിലല്ലേ,
അതിലുള്ള വോളിയം ടേം പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? NCV ln(T2/T1). ശരി, ഐസോകോറിക് CV വന്നു. ഇഫ് ഇറ്റ് ഈസ് ഐസോബാറിക് NCP ln(T2/T1) വന്നു. അപ്പൊ അത് ആ രണ്ട് ഇക്വേഷൻ തന്നെ ജനറേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇക്വേഷൻ ജനറേറ്റ് ചെയ്തതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആണെങ്കിൽ ഡെൽറ്റ എസ് വിൽ ബി 0. കാരണം ഡെൽറ്റ എസ് Q റിവേഴ്സിബിൾ ബൈ T ആണ്. Q 0 ആകുന്നതുകൊണ്ട് ഡെൽറ്റ എസ് അവിടെ 0 ആണ്. അപ്പൊ റിവേഴ്സിബിൾ പ്രോസസിന്റെ ഡെൽറ്റ എസ് കാൽക്കുലേറ്റ് ചെയ്ത രീതി ഒന്ന് ശ്രദ്ധിക്കാം. അഡിയബാറ്റിക്കിന്റെ റിവേഴ്സിബിൾ പ്രോസസ്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ എസ് 0 ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കിതില് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയണം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു റിവേഴ്സിബിൾ സിസ്റ്റം ആണെങ്കിൽ ഓവറോൾ എൻട്രോപ്പി ചേഞ്ച് ഫോർ ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു 0. And if it is an irreversible process, overall is greater than 0. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് വരില്ല. ടെൽ മീ വാട്ട് ഹാപ്പൻസ് വെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയാൽ എൻട്രോപ്പി കൂടുമോ കുറയുമോ? വെരി ഇമ്പോർട്ടന്റ്. കാരണം എൻട്രോപ്പി ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടിയാൽ ആൾക്കാരുടെ എണ്ണം കൂടി, ഡിസോർഡർനെസ് കൂടി, എൻട്രോപ്പി കൂടുന്നു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0. 2, ടെമ്പറേച്ചർ കൂടിയാൽ, ചൂടാക്കി. അപ്പൊ ചൂടാക്കുമ്പോൾ സിസ്റ്റത്തിന് എനർജി കിട്ടി. എനർജി കിട്ടുമ്പോൾ സിസ്റ്റം ഓടിച്ചാടി നടക്കും. സോ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻട്രോപ്പി എന്തായാലും കൂടും. എൻട്രോപ്പി കൂടി കഴിഞ്ഞാൽ എൻട്രോപ്പി പോസിറ്റീവായി. നൗ വോള്യം ആണ് കൂട്ടുന്നതെന്ന് വിചാരിച്ചോ. നമ്മൾ വോള്യം കൂട്ടി. വോള്യം കൂടി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ? നമുക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് കൂടി. ഒരു ചെറിയ സ്ഥലത്ത് നിങ്ങൾ ഒരു ബെഞ്ചിൽ പിടിച്ചിട്ടു, അല്ലെങ്കിൽ ഒരു ചെറിയ റൂമിൽ, ഒരു വലിയ റൂമിലാണെങ്കിൽ കൂടുതൽ ഓടിച്ചാടി നടക്കാൻ പറ്റുന്നത് വലിയ റൂമിലാണ്. അപ്പോൾ വോള്യം കൂടുന്നുണ്ടെങ്കിലോ എൻട്രോപ്പി ഇൻക്രീസസ്, ഡെൽറ്റ എസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. പ്രഷർ ആണ് കൂടുന്നതെങ്കിൽ, പ്രഷറൈസ് ചെയ്താൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. പ്രഷർ ആണ് കൂടുന്നതെങ്കിൽ എൻട്രോപ്പി കുറയാ ചെയ്യുക, വേർ ഡെൽറ്റ എസ് വിൽ ബി നെഗറ്റീവ്. സോ മൈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ബോയിലിംഗ് ഓഫ് എഗ് കൺസിഡർ ചെയ്താൽ ഇതൊരു എൻട്രോപ്പി കൂടാണോ ചെയ്യുക, എൻട്രോപ്പി കുറയാണോ ചെയ്യുക? ബോയിലിംഗ് ഓഫ് എഗ് എടുത്തു കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങ്. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ അതിന്റെ മോളിക്കുലാർ ലെവലിലേക്ക് പുറമേ നിന്നോ, എൻട്രോപ്പി എപ്പോഴും മോളിക്കുലാർ ലെവലല്ലേ പറയാ. എൻട്രോപ്പി പുറമേന്നല്ല, അതിന്റെ ഇന്റേണൽ പാർട്ടിക്കിൾസിന്റെ മോഷനും അതെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് വേണം പറയാൻ. അപ്പൊ എഗ് ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ട പ്രോട്ടീൻ ആണ്. വാട്ട് ഹാപ്പൻസ് ബോയിൽ ചെയ്യുമ്പോൾ? ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ സംഭവിക്കും. ശരിയല്ലേ? ഈ ഡീനാച്ചുറേഷൻ എന്ത് പ്രോസസ് ആണെന്ന് മറ്റ് ചാപ്റ്റേഴ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡീനാച്ചുർഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അൺകോയിലിംഗ്. ശരിക്കും പ്രോട്ടീൻ എന്ന് പറയുന്നത് നോക്കിയ ടെർഷ്യറി ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് കോയിൽഡ് സ്ട്രക്ചർ ആണ്. ഡീനാച്ചുർ ആകുമ്പോൾ അത് അൺകോയിലിംഗ് സംഭവിക്കും. അപ്പൊ അൺകോയിലിംഗ് സംഭവിക്കുമ്പോൾ ആക്ച്വലി എന്താ? എൻട്രോപ്പി കൂടുക ചെയ്യുക. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ മുട്ട ആദ്യം കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആണല്ലോ, പിന്നെ സോളിഡ് ആയല്ലോ, അങ്ങനെ കുറയുന്ന വിചാരിക്കരുത്. മോളിക്കുലാർ ലെവലിൽ വേണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ. ഓക്കെ, സീ ദിസ്. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഡെൽറ്റ എസ് ഏതിലാണ് മാക്സിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് ഡെൽറ്റ എക്സ് മാക്സിമം? കാൽഷ്യം സോളിഡും ഓക്സിജൻ ഗ്യാസും കൂടി കാൽഷ്യം ഓക്സൈഡ് സോളിഡായി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഗ്യാസ് സോളിഡായി. പോരാ അല്ലെ? ഡെൽറ്റ എൻ നെഗറ്റീവ് ആണ്, അഥവാ ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിരിക്കും. നമ്പർ നോക്കിയിട്ട് പറയാലോ. ഇവിടെ സോളിഡും ഗ്യാസും ആയി. ഡെൽറ്റ എൻ പോസിറ്റീവ് ആണ്, അപ്പൊ ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി മാക്സിമം ആണോ നോക്കണം. ഇവിടെ ഡെൽറ്റ എൻ എത്രയാ? സോളിഡിനെ നോക്കട്ടെ, ഗ്യാസും പോയി ഡെൽറ്റ എൻ 0. അപ്പൊ എൻട്രോപ്പി ചേഞ്ച് ഇല്ല. നൈട്രജനും ഓക്സിജനും രണ്ടെണ്ണം, ഡെൽറ്റ എൻ 0. അപ്പൊ ഡെൽറ്റ എൻ പോസിറ്റീവ് വന്നിരിക്കുന്ന ഓപ്ഷൻ 2 നമുക്ക് കൊടുക്കാം. വെരി ഈസി, ഓപ്ഷൻ 2 കൊടുക്കാം. ശരിയല്ലേ? ഈ ചോദ്യം പറഞ്ഞേ. ഇൻ വിച്ച് കേസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് നെഗറ്റീവ്? വേഗം പറഞ്ഞേ. എൻട്രോപ്പി ചേഞ്ച് എവിടെയാണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്? ഇൻ വിച്ച് കേസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് നെഗറ്റീവ്? എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, സബ്ലിമേഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ്. നോക്കണേ, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, അപ്പൊ ദൂരെ പോകുന്നു, എൻട്രോപ്പി കൂടും. എൻട്രോപ്പി കുറയുന്നതാ ചോദ്യം, അതല്ല ആൻസർ.
രണ്ടാമത്തത് സബ്ലിമേഷൻ ഓഫ് സോളിഡ് ഇൻ ടു ഗ്യാസ്. സോളിഡ് ഗ്യാസ് ആയി, അത് കൊള്ളാം, സോളിഡ് അടങ്ങിയിരിക്കുകയാണ്, ഗ്യാസ് ഇങ്ങനെ നിൽക്കുകയാണ്, എൻട്രോപ്പി ഇൻക്രീസസ്, അതും വരില്ല. 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ആറ്റംസ് H2 മോളിക്യൂൾ ആയിട്ട് മാറി. രണ്ടാള് ഒരാളായിട്ട് മാറി, അപ്പൊ കുറഞ്ഞില്ലേ? രണ്ടാള് സെപ്പറേറ്റ് നിന്നിരുന്ന ആള് ഒരാളായിട്ട് മാറുമ്പോ എൻട്രോപ്പി കുറഞ്ഞു. ഇവാപറേഷനിൽ എൻട്രോപ്പി കൂടും, ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ആൻസർ നമുക്ക് വരുന്നത് 3 ആണ്. ഈസി. എൻതാൽപ്പി എൻട്രോപ്പി മനസ്സിലാക്കി കഴിഞ്ഞാൽ 2/3 എക്സ്പ്ലെയിൻ ചെയ്ത് ഇല്ല, കറക്റ്റ്. അതായത് നമ്മൾ ഗ്രാഫില് ഏരിയ വെച്ച് ചെയ്യുന്നതിൽ എക്സാക്ട് ഏരിയ, ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ മാത്രം ഏരിയ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫ്രീ എനർജി നോക്കാം, വിച്ച് ഈസ് ആക്ച്വലി ദ യൂസ്ഫുൾ എമൗണ്ട് ഓഫ് എനർജി. ഇപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കേ, നമുക്ക് ഇഷ്ടം പോലെ എനർജി ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ എനർജി ഉണ്ട്. പക്ഷെ എല്ലാ എനർജി യൂസ്ഫുൾ ഒന്നുമല്ല, കുറെ യൂസ്ലെസ് എനർജിയാണ്. അത് ഏത് സിസ്റ്റത്തിനും അങ്ങനെയാ. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിക്കുക, ഒരു പ്രോസസ്സ് നടക്കുന്നു, കാർബണിനെ കത്തിച്ചിട്ട് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി, ഇവർ എനർജി റിലീസ് ചെയ്യും. ΔH 100 ആണെന്ന് വിചാരിച്ചോ, 100 ജൂൾ എനർജി റിലീസ് ചെയ്തു. പക്ഷെ ആ 100 ജൂളിനെ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഗ്യാസ് കത്തിച്ചിട്ട് പാത്രം ചോറ് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ വെള്ളത്തിലേക്ക് ബേസിക്കലി എന്ത് സംഭവിക്കുന്നു? ചൂട് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന മുഴുവൻ എന്താൽപ്പിയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എനിക്ക് 100 ജൂൾ എന്റെ കയ്യിൽ എനർജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 20 ജൂള് വേസ്റ്റാ. അത് വേസ്റ്റ് ആയി പോകും, ചൂടായിട്ട് തന്നെ വേസ്റ്റ് ആയി പോകും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതില്. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ, യൂസ്ഫുൾ ആയിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയിൽ നിന്നും ടോട്ടൽ സിസ്റ്റത്തിൽ നിന്നും വേസ്റ്റ് എനർജി മൈനസ് ചെയ്യണം. വേസ്റ്റ് എന്നുള്ളത് ഹീറ്റ് ആണ്, ഓർ ക്യൂ അല്ലെ, S is equal to Q/T എന്ന് എഴുതിയല്ലോ. അപ്പൊ ക്യൂക്ക് പകരം TS എന്ന് എഴുതാം. Therefore G is equal to H minus TS or ΔG is equal to ΔH minus TS. ΔG നെഗറ്റീവ് ആകുമ്പോഴാണ് ഒരാൾ സ്പോണ്ടേനിയസ് ആവുന്നത്. ΔG പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്, 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരാള് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ΔH നെഗറ്റീവ് ആണെങ്കിൽ മേ ഓർ മേ നോട്ട് ബി സ്പോണ്ടേനിയസ്. അത് ഉറപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോ ആകും ചിലപ്പോ ആവില്ല. ΔS പോസിറ്റീവ് ആണെങ്കിലും മേ ഓർ മേ നോട്ട് ബി സ്പോണ്ടേനിയസ്. എന്നാൽ ΔG നെഗറ്റീവ് ആണെങ്കിൽ ഓൾവേസ് സ്പോണ്ടേനിയസ്, ഒന്നും നോക്കാനില്ല. അപ്പൊ ΔHും ΔSും മാത്രം നോക്കിയാൽ കാര്യം നടക്കില്ല എന്നർത്ഥം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ 4 കണ്ടീഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. എങ്ങനെ? ΔH നെഗറ്റീവ്, വിച്ച് ഇസ് എ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. ΔS പോസിറ്റീവ്, അതും സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ ആണ്. അപ്പൊ ΔG ഓൾവേസ് നെഗറ്റീവ്, ഓൾവേസ് സ്പോണ്ടേനിയസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ΔH പോസിറ്റീവ്, ΔS നെഗറ്റീവ്, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ΔG നേരെ ഓപ്പോസിറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് നോൺ സ്പോണ്ടേനിയസ്. ഇനി ΔH പോസിറ്റീവ് ശ്രദ്ധിച്ചോളണേ, ഇത് നമുക്ക് ഇഷ്ടമല്ല. ΔH നെഗറ്റീവ് ആയിരുന്നു കുറച്ചുകൂടി സ്പോണ്ടേനിറ്റിക്കുള്ള ക്രൈറ്റീരിയ. പോട്ടെ, ΔH പോസിറ്റീവ് നമ്മുടെ ക്രൈറ്റീരിയ അല്ല, എന്നാൽ ΔS പോസിറ്റീവ് നമ്മുടെ ക്രൈറ്റീരിയ ആണ്. അപ്പൊ ΔG പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. എപ്പോഴാണ് ΔG നെഗറ്റീവ് ആകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ΔH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് എൻഡോതെർമിക് റിയാക്ഷനാ. ഹൈ ടെമ്പറേച്ചർ ആണ് എൻഡോതെർമിക് റിയാക്ഷനെ ഫേവർ ചെയ്യുക. അങ്ങനെ ആലോചിച്ചാൽ മതി. 2 ക്രൈറ്റീരിയ, ΔH ΔSൽ രണ്ടും ക്രൈറ്റീരിയ ആണെങ്കിൽ ഓൾവേസ് സ്പോണ്ടേനിയസ്, രണ്ടും ക്രൈറ്റീരിയയുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓൾവേസ് നോൺ സ്പോണ്ടേനിയസ്. ഒരാൾ ക്രൈറ്റീരിയ അനുകൂലിക്കുന്നു, മറ്റേയാൾ അനുകൂലിക്കുന്നില്ല. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ΔH പോസിറ്റീവ് ശരിയല്ല. പക്ഷെ നമുക്കറിയാം എൻഡോതെർമിക് റിയാക്ഷൻ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുക. ഇനി ΔH നെഗറ്റീവും ΔS നെഗറ്റീവ് ആണെങ്കിലോ ΔS അനുകൂലിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ലോ ടെമ്പറേച്ചറിൽ അല്ലെ എക്സോതെർമിക് റിയാക്ഷൻസ് ലോ ടെമ്പറേച്ചറിൽ ഫേവർ ചെയ്യും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണോ? റെഡി. അപ്പൊ ഇതിൽ നിന്ന് ഇതുവരെ നമ്മൾ എൻട്രോപ്പി തൊട്ട്, ഞാൻ ആദ്യം നമ്മുടെ ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങളും ഫസ്റ്റ് ലോയും അതിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഐഡിയ ഒക്കെ തന്നു. എൻട്രോപ്പി തൊട്ട് ഈ ഗിബ്സ് എനർജി വരെ സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം, 1 ΔS കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, 2
റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ? 2023 ചോദിച്ചു, 22 ചോദിച്ചു, സ്പോണ്ടേനിയസ് ആണോ അല്ലയോ? ഇക്വിലിബ്രിയത്തിലെത്തിയാൽ ഡെൽറ്റ ജി 0 ആണ്. അപ്പൊ എനിക്ക് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് പറയാം. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് തീരുമാനിച്ചാൽ മതി ടെമ്പറേച്ചർ ഇതിനേക്കാളും കൂടുതൽ വേണോ കുറവ് വേണോ എന്ന്. ലെറ്റ് us do a problem. 2023 ജനുവരി 24 വന്നിരിക്കുന്ന ഒരു ഷിഫ്റ്റിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഈ ടൈപ്പ് ചോദ്യമായിരിക്കും ഡെൽറ്റ ജിയെ ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത് നോക്കണേ, പ്രധാനപ്പെട്ടതാ. എന്താ ചോദ്യം? ഫോർ ഇൻഡിപെൻഡന്റ് പ്രോസസ് അറ്റ് 300 കെൽവിൻ. പ്രോസസ് തന്നിട്ടുണ്ട് എ ബി സി ഡി. ഡെൽറ്റ എച്ചും നമുക്ക് തന്നിട്ടുണ്ട്, ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. ദി നമ്പർ ഓഫ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ഫ്രം ദി ഫോളോയിങ്. അപ്പൊ ശരിക്കും നോക്കിയേ, 4 പ്രോസസ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ശരിക്കും 4 ചോദ്യമായിട്ട് തരാൻ പറ്റുന്നതാ. അപ്പൊ 4 കേസിലും ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വരുന്ന JEE മെയിനിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡൂവബിൾ ആണ്. ബട്ട് ചില ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് മാക്സിമം എക്സാംസ് എഴുതിയിട്ട് ടൈം മാനേജ്മെന്റ് എല്ലാവർക്കും ഒരു ഇഷ്യൂ ആയിരിക്കും. അത് എക്സാംസ് എഴുതുമ്പോഴാണ് നമ്മൾ കൂടുതൽ അതിലേക്ക് ഒരു പ്ലാനിലൂടെ എപ്പോഴും നിങ്ങൾ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എത്ര സമയം ഓരോ സബ്ജക്റ്റിന് കൊടുക്കണം എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ വേണം. ബിക്കോസ് ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നമുക്ക് വരാം. ഒന്നാമത്തെ പ്രോസസ്സ് നോക്കാം. പ്രോസസ്സ് എ. പ്രോസസ്സ് എയില് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഓക്കെ, പക്ഷെ ഡെൽറ്റ എസ് നെഗറ്റീവ് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കൂല. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യണം. ടെമ്പറേച്ചർ നോക്കി ചെക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യനില് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് അല്ലേ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -25 കിലോ ജൂൾ, അപ്പൊ 1000 ഉണ്ട്, ബൈ -80. 25 ബൈ 8 എത്രയാ? 324. 1 ബാക്കി, 1 പോവും, 2 3.125. റെഡി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 312.5 കെൽവിൻ. നോക്കണേ, ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കിട്ടി. നമ്മുടെ പ്രോസസ്സ് നടക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാ? 300 കെൽവിനിലാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം ടെമ്പറേച്ചറും എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് ആണ്, ലോ ടെമ്പറേച്ചർ ആണ് ഫേവർ ചെയ്യുക. എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കണം നമ്മുടെ ടെമ്പറേച്ചർ, ശരിയല്ലേ? ലോ ടെമ്പറേച്ചർ ഫേവർ ചെയ്യുക, എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ? അപ്പം ആലോചിച്ച് നോക്കിയേ, ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ 312 ആണ് കിട്ടിയത്. നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചർ 300 ആണ്. ലോ ആണോ? അതെ. therefore it is spontaneous. ഓക്കെ, പ്രോസസ് എ സ്പോണ്ടേനിയസ്, കൺഫേംഡ്. പ്രോസസ് ബി നോക്കാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, വിച്ച് ഈസ് എ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. ഡെൽറ്റ എസ് പോസിറ്റീവ്, വിച്ച് ഈസ് ഓൾസോ എ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. രണ്ടും ഓക്കെയാ, പിന്നെ ചെക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്, ഒരു സംശയമില്ല. മൂന്നാമത്തെ നോക്കാം. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, വിച്ച് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ. ഡെൽറ്റ എസ് നെഗറ്റീവ്, വിച്ച് ഈസ് എ ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇതിപ്പം ടാസ്ക് ആയി, കാരണം അതിൽ ഒരാൾ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? ലെറ്റ് us ഫൈൻഡ് പ്രോസസ് സിക്ക് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് എത്രയാ? 25 × 1000 ജൂളിലേക്ക് മാറ്റി -50 ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 500 കെൽവിൻ. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള പ്രോസസ് ഇത് എൻഡോതെർമിക് ആണ്, ഹൈ ടെമ്പറേച്ചർ ആണ് എൻഡോതെർമിക്കിനെ ഫേവർ ചെയ്യുക. അപ്പൊ എന്റെ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ഫേവർ ചെയ്യുക. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ 500 ആണ്, നമ്മുടെ കയ്യിലുള്ളത് 300 ആണ്. 300 കെൽവിനില്ല പ്രോസസ്സ് നടന്നേ. 300 കെൽവിൻ വലുതല്ലല്ലോ, സോ അത് മാച്ച് ആയില്ല. സി പ്രോസസ്സ് പോയി. നാലാമത്തത് നോക്കണം. നമ്മുടെ കയ്യിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, നോട്ട് എ ക്രൈറ്റീരിയ. ഡെൽറ്റ എസ് ഓക്കെ, നമ്മൾ ഇതിലില്ലേ മൂന്നാമത്തെ കേസ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. മൂന്നാമത്തെ കേസിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അത് ക്രൈറ്റീരിയ അല്ല. ഒറ്റയടിക്ക് നമുക്ക് സി കട്ട് ചെയ്ത് കളയാം, ശരിയല്ലേ? ഒറ്റയടിക്ക് സി നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. റെഡി.
അത് 500 അല്ല വരുന്നത്, നമുക്ക് 2000 വരുന്നത്. നേരത്തെ ചെയ്തിരിക്കുന്ന ഈ പ്രോബ്ലത്തില് ഞാൻ എഴുതിയിരിക്കുന്നതില് 50 വെച്ചാണ് ചെയ്തു. അപ്പൊ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂടാ. പ്രോസസ്സ് സി കൺസിഡർ ചെയ്യുമ്പോൾ പ്രോസസ്സ് ബി പറഞ്ഞതുപോലെ ഓൾവേസ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞതുപോലെ പ്രോസസ്സ് സി ഓൾവേസ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയാം. 4ാമത്തത് മാത്രം ചെക്ക് ചെയ്താൽ മതി, പ്രോസസ്സ് 4. കാരണം ഒരാള് ക്രൈറ്റീരിയ അല്ല, മറ്റേയാള് ക്രൈറ്റീരിയ ആണ്. ചെക്ക് ചെയ്തേ. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ΔH/ΔS വെച്ച് ചെക്ക് ചെയ്യുന്നു. 22 ഉണ്ട്. 22 × 10⁻1000 വരും. ΔS നമ്മൾ വരുമ്പോൾ അത് 20 ആണ്. ഓൾമോസ്റ്റ് നമുക്ക് പോവാം. എന്തായാലും 1000 ആണ്. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം, പക്ഷെ നമ്മളെ ടെമ്പറേച്ചർ 300 കുറവാണ്. അപ്പൊ അത് സ്പോണ്ടേനിയസ് അല്ല. നമ്പർ ഓഫ് സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ഓൺലി 2. 4 പ്രോസസ്സിൽ 2 എണ്ണം ചെയ്തു നോക്കണ്ട. 2 എണ്ണം മാത്രം ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ നോക്കേണ്ടതുള്ളൂ. ഓക്കെ, വേഗം ഇതിന്റെ ആൻസർ പറഞ്ഞു. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ എ ചേഞ്ച് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി ഫോർ എ സിസ്റ്റം ΔG സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിൽ ഏതാണ് ശരിയായിരിക്കുന്നത്? ഇഫ് ΔG സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0 ദി പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ΔG എന്തായിരിക്കണം? ΔG നെഗറ്റീവ് ആയിരിക്കണം. നടക്കില്ല. ΔG സിസ്റ്റം ഈസ് ഈക്വൽ ടു 0 indicate the system has attained equilibrium, which is the right answer. ഇക്വിലിബ്രിയത്തിലാണ് ΔG 0 ആവുന്നത്. ΔG 0 ആകുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. One more question. For the process carbon dioxide gas giving carbon dioxide solid giving carbon dioxide gas, ΔH ഉം ΔS എങ്ങനെയാന്ന് പറയാമോ? ΔH പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ആലോചിച്ച് നോക്കിയേ. കാർബൺ ഡയോക്സൈഡ് സോളിഡ് ആണ്, മറ്റേത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. സോളിഡിനെ ഗ്യാസ് ആക്കണം, സോളിഡിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും. അത് എൻഡോതെർമിക് ആണ് പ്രോസസ്. എനർജി അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ΔH പോസിറ്റീവ് ആണ്. ഇനി ΔS എന്താ? സോളിഡ് ഗ്യാസ് ആകുമ്പോ എൻട്രോപ്പി കൂടും. ΔS പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് വരണം. യു ഗെറ്റ് ഓപ്ഷൻ 1, രണ്ടും പോസിറ്റീവ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം നമുക്ക് വരാം. എളുപ്പല്ലേ? നമ്മൾ തെർമോഡൈനാമിക്സിലും ഇക്വിലിബ്രിയത്തിലും പഠിക്കുന്ന കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്താ? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ΔG0 is equal to -RT ln K equilibrium constant or -2.303 RT log K. ഇത് K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ചിലപ്പോൾ ചോദ്യത്തിൽ നിങ്ങൾക്ക് ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് ΔG കാണേണ്ടി വരും. അപ്പൊ ΔGയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷനും കൂടി നമ്മൾ നോക്കി വെക്കണം. ആലോചിച്ച് നോക്കി. ΔG0 is equal to 2.303 RT log K. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ΔG0 ആണെങ്കിൽ ആലോചിച്ച് നോക്കണേ. ΔG0 ആണെങ്കിൽ log K 0 ആവണ്ടേ? എന്നാലേ മൊത്തം ടേം 0 ആവും. log K 0 ആവണമെങ്കിൽ K 1 ആയിരിക്കണം, കാരണം log 1 ആ 0. സോ ΔG0 ആണെങ്കിൽ K എന്ന് പറയുന്നത് 1 ആണ്. ΔG നെഗറ്റീവ് ആവണമെങ്കിൽ log K യുടെ വാല്യൂ നമുക്ക് പോസിറ്റീവ് ആകണം, കാരണം -2.303 RT log K ആണ്. അപ്പൊ log K പോസിറ്റീവ് ആകണം നിർബന്ധമാണ്. K ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ΔG പോസിറ്റീവ് ആകണമെങ്കിൽ log K യുടെ വാല്യൂ നെഗറ്റീവ് ആവണം, അഥവാ K ഷുഡ് ബി ലെസ് ദാൻ 1. ഇതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ആ 3 കാര്യങ്ങൾ തമ്മിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ സെക്കൻഡ് സെഷനിൽ നിന്നും നമുക്ക് വരുന്ന ചോദ്യം എൻട്രോപ്പി എങ്ങനെയാന്ന് ചോദിക്കും. എൻട്രോപ്പി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പറയണം. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി, ഒരു റിയാക്ഷന്റെ ΔH ഉം ΔS ഉം ΔGയും പറയാം, വിച്ച് ഈസ് ക്വൈറ്റ് സിമ്പിൾ.
പ്രീവിയസ് ഇയറിൽ അവിടെ നിന്നാണ് ചോദ്യം വന്നത്. ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് തെർമോകെമിസ്ട്രി. നമ്മൾ കുറെ എൻതാൽപ്പികളെ പറ്റി പഠിച്ചു. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇഷ്ടം പോലെ എൻതാൽപ്പി നമുക്ക് പറയാൻ പറ്റും. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഫോം ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ, കത്തിക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്. കത്തിക്കുമ്പോൾ എനർജി കിട്ടും. എത്ര എനർജി കിട്ടും? ബോണ്ട് എനർജി, ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ, ആറ്റമാക്കി മാറ്റാനുള്ള എനർജി. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, ഒരു മോളിനെ ഡിസോൾവ് ചെയ്യുമ്പോഴുള്ള എനർജി. ഇങ്ങനെ ഇഷ്ടം പോലെ എൻതാൽപ്പീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് ജനറലി പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എൻതാൽപ്പി ചേഞ്ച് ആണ്, ഡെൽറ്റ എച്ച്. എന്റെ കയ്യിലൊരു റിയാക്ഷൻ ഉണ്ട്, റിയാക്ട് ആൻഡ് ഗിവിംഗ് പ്രോഡക്റ്റ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിന് സാധ്യതയുള്ള ഒരു ഭാഗമാണ്. 3 സെക്ഷനാക്കി തിരിക്കുക. ഒന്നാമത്തത് വർക്ക് ഡൺ ഡെൽറ്റ യു ആയിട്ട് ബന്ധപ്പെട്ടത്, രണ്ടാമത്തത് സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ടത്, മൂന്നാമത്തത് ഡെൽറ്റ എച്ച് കാൽക്കുലേഷൻ. ഒരാള് റിയാക്ടന്റ് പ്രോഡക്റ്റ് തരുമ്പോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് ചോദ്യത്തിൽ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും എന്ത് ഡാറ്റ തന്നെന്ന് നോക്കണം. ചിലപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡാറ്റ തരും, ചിലപ്പോൾ ബോണ്ട് എനർജി തരും, ചിലപ്പോൾ കമ്പഷൻ ഡാറ്റ തരും. ഈ ഡാറ്റ വെച്ചിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് ജനറലി പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നോ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എടുത്തു, ഓക്സിജന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് പ്യൂർ ഫോം എന്താ? ഓക്സിജൻ ഗ്യാസ് ആണ്. H2 എടുത്തു, H2യുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? H2 ലിക്വിഡ് ആണ്. റൂം ടെമ്പറേച്ചറിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫോം ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് 298 Kelvin ആൻഡ് 1 bar pressure. ഇതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി. നമ്മുടെ കയ്യിലിരിക്കുന്നത് കാർബൺ ആണെങ്കിൽ നോർമലി കാർബണിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്, വിച്ച് ഈസ് എ സോളിഡ്. ഓക്സിജൻ ഗ്യാസ് ആണ്. സൾഫർ നമുക്ക് റോംബിക് സൾഫർ ഉണ്ട്, മോണോക്ലിനിക് സൾഫർ ഉണ്ട്. അതിൽ റോംബിക് സൾഫർ ആണ് എലിമെന്റൽ സൾഫർ ആയിട്ട് എടുക്കേണ്ടത്. ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, വയലറ്റ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. അതിൽ വൈറ്റ് ഫോസ്ഫറസിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ബ്രോമിൻ ഗ്യാസ് അല്ല, ബ്രോമിൻ ഈസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്, അതുകൊണ്ട് ബ്രോമിൻ ലിക്വിഡ് ആണ്. അയോഡിൻ സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ എലിമെന്റൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? പേരിൽ തന്നെയുണ്ട് ഫോർമേഷന്റെ എൻതാൽപ്പി ചേഞ്ച്. ആര് ഫോം ചെയ്യുന്നു? തരുന്നത് ആരാണ് അയാളെ ഫോം ചെയ്യിക്കാം. എത്ര പേര് ഫോം ചെയ്യും? ഒരു മോള് നിർബന്ധ. സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു മോൾ കോമ്പൗണ്ടിന്റെ ഫോർമേഷനെ പറ്റിയാ പറയാം. അത് എവിടുന്നാണെങ്കിലും ഒരു മോള് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആരാ ഇത് ഉണ്ടാക്കുന്നത്? എലിമെന്റ്സ്. ഫോർമേഷൻ ഷുഡ് ഹാപ്പൻ ഫ്രം ദിയർ എലിമെന്റൽ സ്റ്റേറ്റ്. ഞാൻ കാർബൺ ഡൈ ഓക്സൈഡിന് ഉണ്ടാക്കണം. കാർബൺ ഡൈ ഓക്സൈഡിലെ എലിമെന്റ്സ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. കാർബണും ഓക്സിജനും. സോ കാർബൺ പ്ലസ് ഓക്സിജൻ. പക്ഷെ C+O എന്ന് എഴുതി അത് ശരിയല്ല. ഞാൻ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എഴുതണം. കാർബൺ എന്താ? സോളിഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്. ഓക്സിജൻ ഡയറ്റോമിക് ആണ്, O2 എന്ന് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഇങ്ങനെ ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ എല്ലാവരുടെയും കറക്റ്റ് സ്റ്റേറ്റും ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുക. കറക്റ്റ് ഡയറ്റോമിക് ആണോ മോണോറ്റോമിക് ആണോ എന്നൊക്കെ എഴുതിയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഒരു മോളെ ഫോം ചെയ്യാൻ പാടുള്ളൂ. So 1 mole formation should happen from their constituent elements, not from any other compound. കാർബൺ മോണോക്സൈഡിലേക്ക് ഓക്സിജൻ കൊടുത്താലും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പക്ഷെ ഒരു കാരണവശാലും ഇത് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ റെപ്രസെന്റ് ചെയ്യില്ല. കാരണം കാർബൺ മോണോക്സൈഡിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റൂല, കാർബണിനെ പറ്റുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. വെരി ഈസി. ഇനി പ്യുവർ എലിമെന്റ്സിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിട്ട് എടുക്കണം. ഹൈഡ്രോജൻ H2 അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യല്ലേ. അവരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിട്ട് നമ്മൾ പരിഗണിക്കണം. ഒരു മോൾ മാത്രമേ ഫോം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞ പ്രോഡക്റ്റുകളുടെ ഫോർമേഷൻ ഡാറ്റ മൈനസ് റിയാക്ടന്റ് എന്ന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു റിയാക്ഷൻ തന്നു, A ഗിവിംഗ് B. എയുടെ ഫോർമേഷൻ എൻതാൽപ്പി തന്നു, ബിയുടെ ഫോർമേഷൻ എൻതാൽപ്പി തന്നു. അപ്പൊ ആരുടെ ഡാറ്റയാണ് തന്നത്? ഫോർമേഷൻ എൻതാൽപ്പീസിന്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്.
പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ എന്താൽപി മൈനസ് റിയാക്ടന്റിന്റെ ഫോർമേഷൻ എന്താൽപി. വെരി ഈസി. അതെങ്ങനെയൊക്കെ ചെയ്യും? എ പ്ലസ് ബി ഗിവിംഗ് സി പ്ലസ് ഡി ആണെങ്കിലോ ഒന്നിലധികം റിയാക്ടന്റ് ഒന്നിലധികം പ്രോഡക്റ്റ്. അപ്പൊ എന്താൽപി ഓഫ് റിയാക്ഷൻ പറയുമ്പോ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് അല്ലേ? പ്രോഡക്റ്റ് സിയും ഡിയും ഉണ്ട്, മൈനസ് റിയാക്ടന്റ്. ഇവരുടെ ഫോർമേഷൻസിനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്താൽപി ഓഫ് ഫോർമേഷൻ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ആളാണ് എന്താൽപി ഓഫ് കമ്പഷൻ. എന്താൽപി ഓഫ് കമ്പഷൻ എന്താ പ്രോസസ്? കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കത്തിക്കൽ. ആരുടെ കൂടെയുള്ള റിയാക്ഷൻ ആണ് കത്തിക്കൽ? ഓക്സിജന്റെ കൂടെ. എത്ര മോള് കത്തിക്കണം? ഒരു മോളെ പറ്റുള്ളൂ. ഫോർമേഷനിൽ ഒരു മോളാണ് ഫോം ചെയ്യേണ്ടത്. കത്തിക്കുമ്പോൾ ഒരു മോളെ കത്തിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു മോൾ കത്തിക്കുമ്പോഴുള്ള എന്താൽപി ചേഞ്ച് ആണ്. ഒരു റിയാക്ഷൻ നടക്കും, സൈനായിട്ട് നമുക്ക് കിട്ടുക റിയാക്ടന്റ് മൈനസ് പ്രോഡക്റ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഇപ്പൊ ഞാൻ പറയാണ് എന്താൽപി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് എന്താ? ഒരു മോൾ കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയി. അതിനുള്ള എനർജി ഒരു -300 കിലോ ജൂളാന്ന് വിചാരിച്ചോ. അപ്പൊ യൂണിറ്റ് എപ്പോഴും പെർ മോളിൽ വരും. പെർ മോൾ എന്ന് പറഞ്ഞാൽ ഒരു മോളിന് ഇത്രയും എനർജി. വാല്യൂ അഥവാ ഫ്യൂവൽ വാല്യൂ എന്ന് നമ്മൾ പറയാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനെയാണ് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഫ്യൂവൽ വാല്യൂ എന്ന് പറയാം. എനിവേ ടെൽ മീ ദി ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഡിഫൈൻസ് എന്താൽപി ഓഫ് ഫോർമേഷൻ? ഇതിൽ ഏതാണ് എന്താൽപി ഓഫ് ഫോർമേഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാമോ? ആരാണ് എന്താൽപി ഓഫ് ഫോർമേഷനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒന്നാമത്തത് ഡിഫൈൻ ചെയ്യുമോ? ഹാഫ് H2 പ്ലസ് ഹാഫ് F2 ഗിവിംഗ് HF. അപ്പൊ എന്താൽപി ഓഫ് ഫോർമേഷൻ ഒരു മോളെ ഫോം ചെയ്യാൻ പാടുള്ളൂ. ഒരു മോളാണോ? അതെ. എലിമെന്റ്സിൽ നിന്ന് ഫോം ചെയ്യണം. ഹൈഡ്രജൻ ഫ്ലൂറിൻ എന്ന എലിമെന്റ്സിൽ നിന്നാണോ? അതെ. അപ്പൊ അത് കറക്റ്റ് ആണ്. യുവർ ആൻസർ ഈസ് 1. രണ്ടാമത്തത് ശരിയാവോ എന്നൊന്ന് നോക്കാം. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2 ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അതെ. എലിമെന്റ്സിൽ നിന്നാണോ ഫോം ചെയ്തത്? കാർബണിൽ നിന്നും ഓക്സിജനിൽ നിന്നും അല്ല. കാർബൺ മോണോക്സൈഡ് എലിമെന്റ് അല്ല. മൂന്നാമത്തെ നോക്കാം. കാർബൺ ഡയമണ്ട് പ്ലസ് ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മോൾ ആണോ ഫോം ചെയ്തത്? അതെ. എലിമെന്റ്സിൽ നിന്നാണോ? കാർബണിൽ നിന്നും ഓക്സിജനിൽ നിന്നും. പക്ഷെ കാർബൺ ഡയമണ്ട് പറ്റൂല, ഗ്രാഫൈറ്റ് എടുക്കണം. ഗ്രാഫൈറ്റ് ആ പ്യൂർ സ്റ്റേറ്റ്. നൈട്രജനും ഹൈഡ്രജനും കൂടി 2NH3 ഒരു മോൾ ആണോ ഫോം ചെയ്തത്? അല്ല, 2 മോൾ. പറ്റില്ല. അപ്പൊ ഓപ്ഷൻ 1 വന്നു. എങ്ങനെയാ വന്നതെന്ന് ക്ലിയർ ആയോ? നല്ലോണം അത് ശ്രദ്ധിക്കണം. ഓക്കെ, റെഡി. ഇതിന്റെ ആൻസർ എന്താ? ഇൻ ആൻ എൻഡോതെർമിക് റിയാക്ഷൻ ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച്. എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്താ? പോസിറ്റീവ്. എക്സോതെർമിക്കിന് ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അത്. ഓക്കെ, സീ ദ ക്വസ്റ്റ്യൻ ഹിയർ. സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ഗ്യാസ് ഈസ്. അത് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ 1 മോൾ വളരെ പ്രധാനം. കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ ആദ്യം എഴുതുക. എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. അമോണിയ ഫോം ചെയ്യണം. എത്ര മോൾ ഫോം ചെയ്യണം? 1 മോള്. അതായത് ഭയങ്കര പ്രധാന. 1 മോളെ ഫോം ചെയ്യാൻ പാടുള്ളൂ. ശരി, 1 മോൾ അമോണിയ ഫോം ചെയ്യുന്നു. റെഡി. റിയാക്ഷൻ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. നോക്കണേ, ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താ നോക്കിയേ? 2N2H4 പ്ലസ് H2 ഗിവിംഗ് 2NH3. ഭയങ്കര പ്രധാനപ്പെട്ടത്. എവരിബഡി ലിസൺ. ഈ ടൈപ്പ് ചോദ്യമല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു നോക്കേണ്ടത്. നോക്കിയേ, N2H4 പ്ലസ് H2 ഗിവിംഗ് 2NH3. ഡെൽറ്റ എച്ച് റിയാക്ഷന്റെ എനർജി തന്നു. ഓക്കെ, ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എന്താൽപി തന്നിട്ടുണ്ട്. എന്നിട്ട് ഡെൽറ്റ HF0 ഓഫ് N2H4 തന്നു. അതെന്താണ്? ഫോർമേഷൻ വാല്യൂ തന്നിരിക്കുന്നു. ആരുടെ? N2H4ന്റെ. അപ്പൊ നിങ്ങൾക്ക് റിയാക്ഷൻ തന്നു N2H4 പ്ലസ് H2 ഗിവിംഗ് 2NH3. ഇതിന്റെ എന്താൽപി ഓഫ് റിയാക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. N2H4ന്റെ എന്താൽപി ഓഫ് ഫോർമേഷനും തന്നിട്ടുണ്ട്. NH3യുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഒരു റിയാക്ഷന്റെ എന്താൽപി ഫോർമേഷനുമായിട്ട് എങ്ങനെ പറയാം? പ്രോഡക്റ്റുകളുടെ ഫോർമേഷൻ മൈനസ് റിയാക്ടന്റുകളുടെ ഫോർമേഷൻ. പ്രോഡക്റ്റ് ആരാ? അമോണിയ. ആ റിയാക്ഷനിൽ 2 അമോണിയ ഉണ്ട്.
അപ്പൊ 2 അമോണിയ മൈനസ് റിയാക്ടന്റ് ആരൊക്കെയാ N2H4 and H2. So this is equal to 2 അമോണിയ മൈനസ് N2H4ന്റെ വാല്യൂ തന്നു -120. ഹൈഡ്രജന്റെ വാല്യൂ തന്നില്ല. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ 0 അല്ലേ, കാരണം പ്യുവർ എലിമെന്റ് അല്ലേ, എലിമെന്റൽ ഫോമിന് 0 ആ. അപ്പൊ ഡെൽറ്റ എച്ച് ആർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഡെൽറ്റ എച്ച് ആർ ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാ -40. -40 ഈസ് ഈക്വൽ ടു 2 അമോണിയ പ്ലസ് 120. അപ്പൊ 2 അമോണിയ ഈസ് ഈക്വൽ ടു -160. ഒരു അമോണിയയുടെ കണ്ടുപിടിക്കണം. -160/2 -80. യു ഗെറ്റ് -80. ഒന്ന് ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ശ്രീത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതൊരു റെലവെന്റ് ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര പ്രധാനപ്പെട്ടതാ. നമ്മൾ ചെയ്തത് ഒരു റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ എഴുതി തന്നിട്ട് അതിന്റെ എന്താൽപ്പി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അതിൽ ഒരാളുടെ ഫോർമേഷൻ തന്ന് മറ്റേയാളുടെ ഫോർമേഷൻ ചോദിച്ചു. അപ്പൊ നോക്കിയേ, രണ്ടുപേരുടെയും ഫോർമേഷനും റിയാക്ഷൻ എന്താൽപ്പിയും കണക്ട് ചെയ്യണം. അങ്ങനെയാണ് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ചെയ്തത്. പ്രോഡക്റ്റും റിയാക്ടന്റ് ഒക്കെ നമ്മൾ എഴുതി കണ്ടുപിടിച്ചു. സൈന് നോക്കണം, എങ്ങാനും അപ്പുറത്തെ നെഗറ്റീവും പോസിറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ നിങ്ങളുടെ വാല്യൂ മാറും. അടുത്ത ബോണ്ട് എനർജി പറഞ്ഞിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം. അടുത്തതാണ് ബോണ്ട് എനർജി. ഒരു മോൾ ബോണ്ടിനെ പൊട്ടിക്കാനുള്ള എനർജി. എത്ര ബോണ്ട്? 1 മോൾ ബോണ്ട്. അപ്പൊ ഞാൻ H2ന്റെ ബോണ്ട് എനർജി എന്ന് പറഞ്ഞ HHനെ പൊട്ടിക്കാനുള്ള എനർജിയാ. NH3 നോക്കണേ, ഞാൻ NH3 എടുത്താൽ അവിടെ 3 മോൾ NH ഇല്ലേ? അപ്പൊ ഞാൻ പറയാണ്, എന്റെ കയ്യിലിരിക്കുന്ന NH3 അതിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് നൈട്രജനും 3 ഹൈഡ്രജനുമാക്കി മാറ്റുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്യാഷ്യസ് സിസ്റ്റത്തിനെ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞ് ആറ്റം ആക്കി മാറ്റുന്നതിനെയാണ് എന്താൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയാ. 1 മോൾ സബ്സ്റ്റൻസിനെ 1 മോൾ NH3 ബ്രേക്ക് ചെയ്ത് ആറ്റം ആക്കുക. അപ്പൊ നിങ്ങൾ NH3 ഉണ്ടെങ്കിൽ നൈട്രജനെ കളയുക, ഹൈഡ്രജൻ പോവാ, ഹൈഡ്രജൻ പോവാ, ഹൈഡ്രജൻ പോവാ, ആറ്റം ആക്കി മാറ്റുന്ന പ്രോസസ്. അപ്പൊ ഇവിടെ എന്താൽപ്പി ഓഫ് അറ്റമൈസേഷൻ തന്നു, ലെറ്റ് us say X. ലിറ്ററലി നമ്മൾ എങ്ങനെയാ അത് ഉണ്ടാക്കുക? 3 NH ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടല്ലേ. എടാ 3 NH ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണ്ടേ? അതാ അപ്പഴാ മൊത്തം ആറ്റായിട്ട് മാറുക. അപ്പൊ ഒരു NHന്റെ ബോണ്ടിന്റെ എനർജി എന്താ? X/3. അപ്പൊ NH3യിലുള്ള മുഴുവൻ ബോണ്ടുകളെയും ബ്രേക്ക് ചെയ്യാൻ X ആണെങ്കിൽ, എന്താൽപ്പി ഓഫ് അറ്റമൈസേഷൻ X ആണെങ്കിൽ, ആവറേജ് ബോണ്ട് എനർജി X/3 ആണ്. ഓക്കെ ആണോ? നമ്മുടെ കയ്യിൽ ഒരു റിയാക്ഷൻ നടക്കുന്നു. ആ 3 കാര്യം ഏറ്റവും പ്രധാനം. എന്താൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ബോണ്ട് എനർജി ആണ് തരുന്നതെങ്കിൽ റിയാക്ടന്റുകളുടെ ബോണ്ട് എനർജി മൈനസ് പ്രോഡക്റ്റുകളുടെ ബോണ്ട് എനർജി എന്ന് നമ്മൾ ചെയ്യണം. നിർബന്ധം. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണേ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ. കൺക്ലൂഷൻ ഇതാണേ. നോക്കിയേ, ഞാൻ ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ. എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ഇഫ് ഫോർമേഷൻ എന്താൽപ്പീസ് ആർ ഗിവൺ. Enthalpy of reaction is equal to reactant minus product if combustion data is given. Reactant ഇന്റെയും product ഇന്റെയും combustion തന്നു. Enthalpy of reaction is equal to reactant minus product if bond energies are given. Done. Let us see the question here. Atomization നമ്മൾ പറഞ്ഞതാ. The bond dissociation energies of H2. അതായത് H2ന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി, Cl2 Clന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജീസ് ആൻഡ് HClന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജീസ് ആർ 104, 58, 103 കിലോ കലോറി റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ഓഫ് റിയാക്ഷനും തമ്മിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം, എന്തെങ്കിലും നമുക്ക് ക്ലിക്ക് ആവും. ഫോർമേഷൻ എന്ന് പറഞ്ഞ 1 മോൾ ഫോം ചെയ്യണം, എലിമെന്റ്സ് ഫോം ചെയ്യണം. ഹൈഡ്രജനും ക്ലോറിനുമാണ് എലിമെന്റ്സ്.
ഹൈഡ്രജൻ H2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക, ക്ലോറിൻ Cl2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഹാഫ് H2 എന്ന് എഴുതണം, കാരണം 1 HCl മതിയല്ലോ. ഇതാണ് നമുക്ക് വേണ്ട റിയാക്ഷൻ, ഫോർമേഷൻ റിയാക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. എന്നാ നമ്മുടെ കയ്യിൽ ബോണ്ട് എനർജി തന്നു. ബോണ്ട് എനർജി തന്നാൽ ഇതിന്റെ റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? റിയാക്ടന്റുകളുടെ ബോണ്ട് എനർജി മൈനസ് പ്രോഡക്റ്റുകളുടെ ബോണ്ട് എനർജി. റിയാക്ടന്റ് ആരാ? അര ഹൈഡ്രജനും അര ക്ലോറിനും. പ്രോഡക്റ്റ് HCl. അപ്പൊ H2ന്റെ ബോണ്ട് എനർജി 104 ആണ്, അതിന്റെ പകുതി 52. ക്ലോറിൻ്റെത് 58 ആണ്, അതിന്റെ പകുതി 29. മൈനസ് HCl 103. എത്ര കിട്ടി? 81 മൈനസ് 103 ആണെങ്കിൽ അറൌണ്ട് 22 മൈനസ് 22 കിലോ കലോറി. ശരിയാ, യൂണിറ്റ് കറക്റ്റാ. യു ഗെറ്റ് ഓപ്ഷൻ 2. ആ ചെയ്ത രീതി ഒന്ന് മനസ്സിലാക്കിയേ, കാരണം ഈ ടൈപ്പ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ എന്ന് എല്ലാവരും ഒന്ന് നോക്കിയേ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമേഷൻ റിയാക്ഷൻ എഴുതണം. ആ റിയാക്ഷൻ ഫോർമേഷൻ എങ്ങനെ എഴുതുന്നുള്ളത് പ്രധാനമാണ്. എന്നാലും നമ്മൾ ആലോചിച്ചു എല്ലാത്തിന്റെ ബോണ്ട് എനർജിയാ തന്നെ, അപ്പൊ പിന്നെ ബോണ്ട് എനർജി വെച്ചിട്ട് ചെയ്യാം. ഒരു ചോദ്യം കൂടി. ഗിവൺ ദി ബോണ്ട് എനർജീസ് N ട്രിപ്പിൾ ബോണ്ട് N, H H, NH bonds are 945, 436, 391 kilojoule per mole respectively. What is the enthalpy of reaction? Reaction തന്നിട്ടുണ്ട്. എന്താ റിയാക്ഷൻ? N2 plus 3H2 giving 2NH3. ഇതിന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണം. വേഗം കണ്ടുപിടിച്ചോ, വേഗം കണ്ടുപിടിക്കുക, ഭയങ്കര പ്രധാനമാണ്. വേഗം കണ്ടുപിടിക്കുക. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നു, ഡാറ്റ നോക്കി, ബോണ്ട് എനർജീസ് ആണ് തന്നിരിക്കുന്നത്. സോ ബോണ്ട് എനർജിയും എൻതാൽപ്പി ഓഫ് റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ ആലോചിക്കണം. ബോണ്ട് എനർജി ഓഫ് റിയാക്ടന്റ് മൈനസ് പ്രോഡക്റ്റ് ആണ്. റിയാക്ടന്റ് ആരൊക്കെയാ? നൈട്രജൻ. അപ്പൊ നൈട്രജൻ N2 എന്ന് പറഞ്ഞാൽ ഒരു N ട്രിപ്പിൾ ബോണ്ട് N, പിന്നെ 3 ഹൈഡ്രജൻ, 3 HH ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം. മൈനസ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് നോക്കിയ NH3 3 NH ബോണ്ടില്ലേ? അപ്പൊ 2 NH3 എന്ന് പറഞ്ഞാൽ 6 NH ബോണ്ടില്ലേ? റിയാക്ടന്റിനെയും പ്രോഡക്റ്റിനെയും ഇങ്ങനെ ആലോചിച്ച് നോക്ക്. NH3ന്റെ ഡാറ്റ തന്നിട്ടില്ലല്ലോ, NHന്റെ ഡാറ്റയിലേ തന്നുള്ളൂ. അപ്പൊ NH3യുടെ ഡാറ്റ തരാതെ നമ്മൾ എങ്ങനെയാ ചെയ്യാ? NHന്റെ ഡാറ്റ തന്നാൽ NHലേക്ക് നിങ്ങൾ മാറ്റണം. അപ്പൊ ഇവിടെ നമ്മളത് ചെയ്യുന്നു. NNന്റെ എത്രയാ തന്നിരിക്കുന്നത്? 945 പ്ലസ് 3 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ 436 ആണ്. അപ്പൊ 3 ഹൈഡ്രജൻ 436 ഇൻറ്റു 3 ചെയ്യുന്നു 10. ഓക്കെ, സോ 1308 മൈനസ് 6 NH ചെയ്തോ. ഒരു NH 391 ആണ്. കാൽക്കുലേഷൻ നല്ല ക്ഷമ കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി പാടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം കൂടി 8 3 13 5 9 10 12 46 അറൌണ്ട് നമുക്ക് എത്ര വരും? 90 മൈനസ് 93. യു ഗെറ്റ് ഓപ്ഷൻ 1. മൈനസ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്. കിട്ടിയോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 2 NH3 ഉണ്ട്. ഞാൻ അവിടെ 6 NH എന്ന് എഴുതിയത് എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ പറ്റണേ. കാരണം NH3ന്റെ ഡാറ്റ തന്നിട്ടില്ല, NHന്റെ ഡാറ്റ തന്നെ. അപ്പൊ NHലേക്ക് കൺവേർട്ട് ചെയ്യണം, ബോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലാതെ വഴിയില്ല. ഈസി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. പേരിൽ തന്നെ ഉണ്ട്. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്താ? ന്യൂട്രലൈസേഷൻ നടക്കുമ്പോഴുള്ള എനർജി ചേഞ്ച്. എന്താ ന്യൂട്രലൈസേഷൻ? H പ്ലസും OH മൈനസും റിയാക്ട് ചെയ്യും. എത്ര? ഒരു H പ്ലസും ഒരു OH മൈനസും. എപ്പോഴും 1 മോളാ കണക്ക്. 1 മോൾ H പ്ലസും അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. എക്സോതെർമിക്ക. അവരെത്ര റിലീസ് ചെയ്യുന്നു എന്നുള്ളത് ബൈഹാർട്ട് ചെയ്യണം. 57.1 കിലോ ജൂൾ പെർ മോൾ അഥവാ 13.7 കിലോ കലോറി പെർ മോൾ ആണ് റിലീസ് ചെയ്യുക. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ HClഉം NaOHും കൂടി എടുത്തു, അവര് ന്യൂട്രലായി, ആസിഡും ബേസുമായി, സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടി. അപ്പൊ ഇവര് 13.7 കിലോ കലോറി തന്നെ റിലീസ് ചെയ്തു, ഒരു സംശയമില്ല. നേരെ മറിച്ച് ശ്രദ്ധിക്കണേ,
HCN-ഉം എന്നെ ഒഴിച്ചു കൊടുത്തപ്പോ അപ്പോഴും എനിക്ക് സോൾട്ട് കിട്ടി, NaCN + H2O. റിലീസ് ചെയ്ത എനർജി -11.6 ആന്ന് വിചാരിക്കും. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും 13.7 കിലോ കലോറി റിലീസ് ചെയ്യണം. എന്നാൽ ഇവിടെ 11 റിലീസ് ചെയ്തുള്ളൂ. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? റിലീസ് ചെയ്യുന്ന 13-ൽ 2 ഇവര് വിഴുങ്ങി. ശരിക്കും 13 റിലീസ് ചെയ്യണമല്ലോ, പക്ഷെ 11 റിലീസ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇടക്ക് മുക്കി. വെരി സിമ്പിൾ. ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് തന്ന അല്ലെങ്കിൽ കുറെ ചോക്ലേറ്റ്സ് തന്നിട്ട് യു ആർ ആസ്ക്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ടു ദി എൻ്റയർ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് 100 ചോക്ലേറ്റ്സാണ് തന്നേ. ടീച്ചറുടെ അടുത്ത് നിങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി സ്റ്റുഡൻസിന്റെ സൈഡിലേക്ക് എത്തുമ്പോഴേക്ക് അത് 90 ചോക്ലേറ്റ്സേ ഉള്ളൂ. വിച്ച് മീൻസ് 10 ചോക്ലേറ്റ് നമ്മൾ മുക്കി. വെരി സിമ്പിൾ. ആരാ മുക്കിയത്? കൊണ്ടുപോയ ആള്. ആസിഡോ ബേസോ ആ മുക്കുക. ഇവിടെ ആലോചിച്ച് നോക്കിയേ, യു ഹാവ് എ വീക്ക് ആസിഡ്. അപ്പൊ വീക്ക് ആസിഡ്, ഞാൻ ഭയങ്കര വിശന്നിരിക്കായിരുന്നു, അപ്പൊ വിശപ്പ് മാറാൻ വേണ്ടി ഞാൻ ഭയങ്കര വീക്കായി പോയി, വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് വിഴുങ്ങിയതാണെന്നൊക്കെ നമുക്ക് പറയാം. സിമിലർലി വീക്ക് ആസിഡ് മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. അവർക്ക് എനർജി വേണം ഡിസോസിയേറ്റ് ചെയ്യാൻ. ആ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള എനർജി ആയിട്ടുള്ള കാര്യമാണ്, ആ എനർജിയാണ് ഇവര് മുക്കിയിരിക്കുന്നത് കേട്ടോ, വിഴുങ്ങിയിരിക്കുന്നത്. അപ്പൊ വീക്ക് ആസിഡ്, സ്ട്രോങ് ആസിഡും ബേസും കൂടുതൽ എനർജി റിലീസ് ചെയ്യും. വീക്ക് കുറച്ചാണ്. രണ്ടും വീക്കാണെങ്കിലോ നല്ലോണം കുറച്ച് എനർജി ആയിരിക്കും റിലീസ് ചെയ്യുക. സോ ആ ഡിഫറൻസ് അവരുടെ ഡിസോസിയേഷൻ എനർജിയാണ്. രണ്ടിന്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഡിസോസിയേഷൻ എനർജിയാ. വീക്കിന്റെ എനർജി മൈനസ് സ്ട്രോങ്ങിന്റെ വാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത് വിഴുങ്ങിയ അളവാണ്. ഡിസോസിയേഷൻ എനർജി എന്നാ നമ്മളതിനെ പറയാം. അങ്ങനെ തന്നെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ദി എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഈസ് ലെസ് ദാൻ ഓർ മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് വാല്യൂ? ലെസ് ദാൻ ഓർ മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് വാല്യൂ ഇതിലേതാ? HNO3 NaOH. HNO3 is a strong acid. NaOH is a strong base. Strong ആണെങ്കിൽ 13.7 കിലോ കലോറി റിലീസ് ചെയ്യും. HCl is a strong acid. NaOH is a strong base. HCN is a weak acid. NaOH is a strong base. വീക്ക് ആണെങ്കിൽ ഡിസോസിയേഷന് വേണ്ടി അവർ മുക്കും. അപ്പൊ എനർജി കുറവ് റിലീസ് ചെയ്താൽ അതിന്റെ അർത്ഥം അത് വീക്കാണ്. എനർജി കൂടുതൽ റിലീസ് ചെയ്താൽ അതിന്റെ അർത്ഥം അത് സ്ട്രോങ് ആണ്. ഓക്കെ അല്ലേ? എന്നാ ഇതിന്റെ ആൻസർ പറയാമോ? ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻസ് ഓഫ് 4 ആസിഡ് A, B, C, D തന്നു. -13.7, -9.4, -11.2, -12.4. ഇത്ര ആൾക്കാരെ തന്നിട്ടുണ്ട്. When they are neutralized by a common base, the acidic character obeys the order. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആസിഡ് ഏതാന്ന് പറഞ്ഞേ? ഏറ്റവും സ്ട്രോങ് ആസിഡ് ഏതാണ്? വെരി ഈസി. ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തത് സ്ട്രോങ്, അത് കഴിഞ്ഞ് D, അത് കഴിഞ്ഞ് C, അത് കഴിഞ്ഞ് B. ADCB. വെരി ഈസി. യു ഗെറ്റ് ഓപ്ഷൻ 2. ഈ 4 എൻതാൽപ്പീസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഹെസ്ലോ ആയി ബന്ധപ്പെട്ടതാ. ഹെസ്ലോ എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, A giving B. നമ്മളത് ഇക്വിലിബ്രിയത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ A giving B, അതിന്റെ എൻതാൽപ്പി 1. വേറൊരു റിയാക്ഷൻ B giving C, അതിന്റെ എൻതാൽപ്പി 2. അപ്പൊ A giving Cയുടെ എൻതാൽപ്പി എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താ പോരെ? എനർജീസ് ആർ അഡിറ്റീവ്. രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടാമത്തെ ആഡ് ചെയ്താൽ മതി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് ആർ മൾട്ടിപ്ലൈഡ്, എനർജീസ് ആർ ഡയറക്ട്ലി ആഡഡ്. അതാ ഹെസ്ലോ. ഓക്കെ, അപ്പൊ ഹെസ്ലോ വെച്ച് നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റും. വിൽ ഡു 2 to 3 ക്വസ്റ്റ്യൻസ്. 2-3 ചോദ്യങ്ങൾ കൂടി ചെയ്യും. ഇത്രയും കോൺസെപ്റ്റുകളാണ് നമുക്ക് തെർമോഡൈനാമിക്സിൽ മൊത്തത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിലുള്ള കോൺസെപ്ച്വലി എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. We'll see 2-3 questions. Let us do this problem. ഈ ചോദ്യം നമുക്ക് ചെയ്യാം. 2023 ചോദ്യമാണ്. Let us try this. An athlete is given 100 gram of glucose. 100 gram glucose കഴിച്ചു for energy. This is equivalent to 1800. അപ്പൊ 100 gram glucose എന്ന് പറഞ്ഞാൽ 1800 കിലോ ജൂൾ ആണ് നമ്മൾ അകത്താക്കിയത്. The 50% of its energy gained is utilized by athlete for sport. അപ്പൊ ഇതില് 50% എന്ന് പറഞ്ഞാൽ 900 കിലോ ജൂള് സ്പോർട്സിന് വേണ്ടി യൂസ് ചെയ്തു. In order to avoid the storage of energy, അപ്പൊ ഞാൻ 1800 എനർജി എടുത്തിട്ടുണ്ട്, അതില് 900 ഞാൻ യൂസ് ചെയ്തു, ബാക്കി 900 ബാക്കിയുണ്ട്, അത് സ്റ്റോർ ചെയ്യാൻ പാടില്ല. The weight of extra water he would need to perspire. അപ്പൊ എത്ര വാട്ടറിന്
വിയർത്തൊഴുക്കി കളയണം. അപ്പൊ എന്റെ കയ്യിൽ 900 കിലോ ജൂൾ ഞാൻ കഴിഞ്ഞു. ഇനി ഒരു 900 കിലോ ജൂൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അത് വിയർപ്പായിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള H2O ലിക്വിഡ് H2O ഗ്യാസ് ആയിട്ട് പോകണം. അങ്ങനെ എത്ര വാട്ടർ പോകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഡാറ്റ തന്നോന്നും കൂടി നോക്കണം. അസ്യൂം ദർ ഇസ് നോ അതർ വേ ഓഫ് കൺസ്യൂമിങ് സ്റ്റോർഡ് എനർജി. ആ എനർജി വേറെ രീതിയിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, മുഴുവൻ വിയർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഗിവൺ ഡാറ്റയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദി എൻതാൽപി ഓഫ് ഇവാപറേഷൻ ഓഫ് വാട്ടർ ഈസ് 45 കിലോ ജൂൾ പെർ മോൾ. അതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? 45 കിലോ ജൂൾ പെർ മോൾ ഇവാപറേഷൻ ചെയ്യാൻ, ഒരു മോൾ വാട്ടറിനെ ഇവാപറേറ്റ് ചെയ്യാൻ 45 കിലോ ജൂൾ വേണമെന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 18 ഗ്രാം വെള്ളത്തിനെ ഇവാപറേറ്റ് ചെയ്യാൻ, വിയർത്തൊഴുക്കാൻ നമുക്ക് 45 കിലോ ജൂൾ വേണം. അപ്പൊ 900 കിലോ ജൂളിന് എത്രയാന്ന് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? 1 കിലോ ജൂളിനാണെങ്കിൽ 18/45. 900 കിലോ ജൂൾ എനർജി ആയിട്ട് മാറണമെങ്കിൽ 18/45 into 900 എത്ര കിട്ടി? 45. ഇതില് 2 പ്രാവശ്യം. യു ഗെറ്റ് 360. 360 ഗ്രാം. 360 ഈസ് യുവർ ആൻസർ. വെരി ഈസി ക്വസ്റ്റ്യൻ. തെർമോഡൈനാമിക്സിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ആദ്യമേ ടെൻഷൻ ആവരുത്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാ, വളരെ എളുപ്പമാണ്. ഗ്ലൂക്കോസ് കഴിച്ചു, 1800 കിലോ ജൂൾ കിട്ടി, പകുതി നമ്മൾ ഓടിക്കളഞ്ഞു, ബാക്കി പകുതി വിയർത്ത് കളയണം. എത്ര വിയർക്കണം? അപ്പൊ ഒരു മോള് വിയർക്കാൻ ഇത്ര എനർജി വേണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെരി ഈസി, എളുപ്പല്ലേ? Let us do this. ഒരു ചോദ്യം കൂടി നോക്കാമേ. വേഗം ഇതെന്ന് പറയാമോ? ഇതും 2023 ക്വസ്റ്റ്യൻ ആണ്. ദി എൻതാൽപി ചേഞ്ച് ഫോർ ദി കൺവേർഷൻ ഓഫ് ഹാഫ് Cl2 to Cl - aqueous. അതിന്റെ എൻതാൽപി ചേഞ്ച് കണ്ടുപിടിക്കണം. ഡെൽറ്റ എച്ച് എന്തൊക്കെയോ ഡാറ്റ തന്നിട്ടുണ്ട്. തന്ന ഡാറ്റയാ ശ്രദ്ധിക്കേണ്ടത്. ഗിവൺ എൻതാൽപി ഓഫ് ഡിസോസിയേഷൻ ഓഫ് Cl2 തന്നു എന്ന് പറഞ്ഞ Cl2നെ ഡിസോസിയേറ്റ് ചെയ്യുക. Cl2നെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ 2 ക്ലോറിനാ കിട്ടുക. ഇത് നല്ലോണം ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിച്ചേ. 2 ക്ലോറിനാ കിട്ടുക. അതിന്റെ എൻതാൽപി തന്നു. ഞാൻ ഈ ഇക്വേഷനെ 1 എന്ന് വിളിക്കാം, ഡെൽറ്റ H1. രണ്ടാമത് തന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ഓഫ് ക്ലോറിൻ ഗ്യാസ്. എടാ, ഇലക്ട്രോൺ ഗെയിൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cl- ആവും. അതിന്റെ എൻതാൽപിയും തന്നു, ഡെൽറ്റ H2 എന്ന് വിളിക്കാം. മൂന്നാമത്തത് ഹൈഡ്രേഷൻ ഓഫ് Cl- എന്ന് പറഞ്ഞാൽ Cl- ഹൈഡ്രേഷൻ നടന്ന് Cl- aqueous ആയിട്ട് മാറുന്നു. അതിന്റെ എൻതാൽപി ഡെൽറ്റ H3. കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിച്ചോളണേ, ഹാഫ് Cl2 ഗ്യാസിനെ Cl- ആക്കാൻ എത്ര എനർജി വേണം? ഇങ്ങനെ കുറെ എനർജി ഡാറ്റ തന്നിട്ട് പുതിയൊരു എനർജി ചോദിച്ചാൽ ഹെസ്ലോ വെച്ചിട്ട് ഇവരുടെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ചെയ്തത് ഓർമ്മിക്കുന്നുണ്ടോ? എങ്ങനെയാ നമുക്ക് ഈ 4ാമത്തെ ഇക്വേഷൻ കിട്ടുക? ഹാഫ് Cl2 വേണം. Cl2 എന്റെ കയ്യിൽ ഫസ്റ്റ് ഇക്വേഷനിലുണ്ട്, പക്ഷെ ഒരു Cl2 ഉള്ളത്, നമുക്ക് പകുതി മതി. ഫസ്റ്റ് ഇക്വേഷൻ ബൈ 2. റെഡി. ഇനി Cl- aqueous നമുക്ക് വേണം പ്രോഡക്റ്റ് സൈഡിൽ. അത് 3ാമത്തെ ഇക്വേഷനിലുണ്ട്, അതേപോലെ എടുത്തു. അപ്പൊ ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോ Cl എന്ന് പറയുന്ന ആള് അധികമാവും. ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 2ാമത്തെ ഇക്വേഷന് കൂടി ആഡ് ചെയ്യണം. അപ്പൊ 4ാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷന്റെ ഹാഫ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് ആണ്. ഫസ്റ്റ് ഇക്വേഷന്റെ ഹാഫ് ആണെങ്കിൽ അതിന്റെ എനർജി എത്രയാ? 240ന്റെ പകുതി 120. മൂന്നാമത്തതിൻ്റെത് -380. രണ്ടാമത്തത് -350. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എത്ര കിട്ടി? 300, അതിന്ന് 120 പോവും, 600 സംതിങ് ബാക്കി. 610 അല്ലേ? -610. 610 ആണോ? ദാറ്റ് ഈസ് യുവർ ആൻസർ. ഇത്രയും കിലോ ജൂൾ. ഹെസ്ലോയുടെ ആപ്ലിക്കേഷൻ, ഇത് ഹെസ്ലോയുടെ ആപ്ലിക്കേഷൻ നല്ലോണം നോക്കിക്കോളൂ. ഇക്വിലിബ്രിയത്തിൽ അടക്കം നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ടാവും. ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് വന്നതല്ല. 2023 ജനുവരിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ കറക്റ്റ്? ഏത് റിലേഷൻ ആണ് കറക്റ്റ് ആവുന്നത്? ഒന്നാമത്തത് ശരിയാണോ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q + W എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. W എന്താ? -P ΔV അല്ലേ?
പക്ഷെ ഒന്നാമത്തെ ഇക്വേഷനിൽ പ്ലസ് കൊടുത്തത് ശരിയല്ല, അത് തെറ്റാണ്. രണ്ടാമത്തത് നോക്കാം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ, അത് കറക്റ്റ് ആണ്. മൂന്നാമത്തത് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടെമ്പറേച്ചർ വിച്ച് ഈസ് ഓൾസോ എ കറക്റ്റ് വൺ. നാലാമത്തത് നോക്കുക, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി അല്ലേ, മൈനസ് അല്ല. പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് തെറ്റാ, പെട്ടെന്ന് തെറ്റിപ്പോരുത് കേട്ടോ. അപ്പൊ എനിക്ക് ബിയും സി ആണ് ആൻസർ വരിക. നേരത്തെ ചോദ്യത്തില് 2 ആഡ് ചെയ്താൽ അവിടെ ക്ലോറിൻ ഉണ്ടാവില്ലേ, അതേടാ നോക്കിയേ. അപ്പൊ എനിക്ക് ഞാൻ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷനും മാത്രം ആഡ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഗ്യാസ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലെ. മാത്രമല്ല ക്ലോറിൻ എക്സ്ട്രാ വരികയും Cl മൈനസും കാണിക്കണം. അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ വരുമ്പോ ഓക്കെ, ക്ലോറിൻ ഗ്യാസ് ക്യാൻസൽ ആവുകയും ചെയ്യും, Cl മൈനസ് കിട്ടുകയും ചെയ്യും. ഒരു ക്ലോറിൻ എക്സ്ട്രാ ആവൂലടാ, ഇത് Cl മൈനസ് ആണ്, അത് മാറിപ്പോവണ്ട കേട്ടോ. Cl മൈനസ് ആ, മാറിപ്പോവല്ലേ. റെഡി? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ കൺക്ലൂഷൻ എല്ലാവരും ഓർമ്മിക്കുക. ക്യൂ എന്താണെന്ന് അറിയണം, വർക്ക് എന്താണെന്ന് അറിയണം, ഡെൽറ്റ യു അവരുടെ റിലേഷൻ എപ്പോഴൊക്കെയാണ് 0 ആവുന്നത് ആവാത്തത് എന്നുള്ള കേസുകൾ നമ്മൾ പരിഗണിച്ചു. പിന്നെ നമ്മൾ എൻട്രോപ്പി കൂടുമോ കുറയുമോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ അത് നമ്മൾ തീരുമാനിച്ചു. എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻ NCV ln T2 by T1 plus NR ln V2 by V1, NCP ln T2 by T1 plus NR ln P1 by P2 ഇക്വേഷൻ എടുത്തു. റിവേഴ്സിബിളിന്റെ ഇക്വേഷൻ പറഞ്ഞു, റിവേഴ്സിബിൾ ഐസോതെർമൽ, റിവേഴ്സിബിൾ ഐസോബാറിക്, റിവേഴ്സിബിൾ ഐസോകോറിക്, ബട്ട് റിവേഴ്സിബിൾ അഡിയബാറ്റിക് 0 ആണെന്ന് പറഞ്ഞു. പിന്നെ ഡെൽറ്റ എച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഡെൽറ്റ ജി ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി പറഞ്ഞു. ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്പോണ്ടേനിറ്റി പറയാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. തെർമോ കെമിസ്ട്രി ഡിസ്കസ് ചെയ്തു. അതില് ഡെൽറ്റ എച്ച് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. റെഡി? ഓക്കെ ആണോ? മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റ, പ്രത്യേകിച്ച് ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ചെയ്യാൻ കിട്ടും. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് മീനിങ് മനസ്സിലാവുന്നില്ലെങ്കിലും കെയർഫുൾ ആയിട്ട് വായിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സെഷൻ ഗൈസ്. താങ്ക് യു എവ്രിവൺ. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാംസ് എഴുതാം. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഇപ്പം മാത്സിന്റെ